എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 1000 നാമങ്ങള് വശിന്യാദി വാഗ്ദേവതകള് ദേവിയെക്കുറിച്ച് എഴുതിയ ഹയഗ്രീവൻ അഗസ്ത്യന് ഉപദേശിച്ചു കൊടുത്ത ആ മുത്തുക്കളെയാണ് നമ്മളിപ്പോ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ദേവിയുടെ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് വിഭജിച്ചു. അതിൽ 13ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ് വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്നത്. അപ്പൊ അതില് 749ാമത്തെ മന്ത്രത്തിലാണ് കഴിഞ്ഞ സത്സംഗം നിർത്തിയത്. മൃത്യുദാരു കുഠാരികായേ നമ. അപ്പോൾ മൃത്യുവാകുന്ന വൃക്ഷത്തെ മുറിക്കുന്ന കോടാലിയായിട്ടിരിക്കുന്നവൾ എന്ന് പറഞ്ഞ് ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അടുത്ത നാമം മുതൽ ഇന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 750ാമത്തെ നാമം മാഹേശ്വരി. മാഹേശ്വരി, മഹാകാളി, മഹാഗ്രാസ, മഹാശന, അപർണ, ചണ്ഡിക, ചണ്ഡമുണ്ടാസുര നിഷൂദിനി. ഇതെല്ലാം തന്നെ മഹാ തുടങ്ങുന്ന വാക്കുകളാണ്. ദേവിയുടെ മഹത്തായിരിക്കുന്ന അഹം എന്നുള്ള ബോധത്തെ മഹത്താക്കുന്ന പരമേശ്വരിയുടെ നാമങ്ങളാണ് ഇതെല്ലാം തന്നെ. മഹേശ്വരി, മഹാ പ്ലസ് ഈശ്വരി, മഹത്തുക്കൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. മഹസ് എന്ന് പറഞ്ഞാൽ എന്താ? മഹത്വം അല്ലെ? അപ്പൊ മഹത്വത്തിന്റെ ഈശ്വരിയാണെന്ന് പറയാം ദേവിയെ. മഹാകാളി, മഹാകാളി എന്ന് പറഞ്ഞാൽ മഹത്തായിരിക്കുന്ന കാലത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. മഹാകാല എന്നത് പുല്ലിംഗമാണ്, മഹാകാളി എന്ന് പറയുന്നത് സ്ത്രീലിംഗം. ഇപ്പൊ മഹാകാലൻ ശിവനാണ്, മഹാകാളി ശിവയും. ഇപ്പൊ ലാ ഡ ള ഈ അക്ഷരങ്ങള് മാറി വരാം. അതുകൊണ്ട് ഏത് അക്ഷരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മഹാഗ്രാസ, മഹാ പ്ലസ് ഗ്രാസ, മഹത്വമുള്ളവയെ വിഴുങ്ങുന്നവൾ. ഗ്രാസ എന്ന് പറഞ്ഞാൽ ഗ്രസിക്കുന്നവൾ അല്ലെങ്കിൽ വിഴുങ്ങുന്നവൾ എന്നാണ്. പ്രപഞ്ചത്തിലെ രൂപങ്ങളെ അപ്രത്യക്ഷമാക്കുന്നവൾ എന്നാണ് അതിനർത്ഥം. മഹാശന, അശന, മഹത്തായവയെ പോലും അശിക്കുന്നവൾ. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, വിഘടിപ്പിച്ച് ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. അപർണ, ഋണ, കടമില്ലാത്തവൾ, ഒന്നിനോടും ബാധ്യതയില്ലാത്തവൾ. ഋണം എന്ന് പറഞ്ഞാൽ കടം. ചണ്ഡിക, കോപഭാവം കാട്ടുന്നവൾ. ചണ്ഡം എന്ന് പറഞ്ഞാൽ കോപം. ചണ്ഡമുണ്ടാസുര നിഷൂദിനി, ചണ്ഡനെയും മുണ്ടനെയും തുടങ്ങിയ അസുരന്മാരെ നിഷൂദിനി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയത്. ചണ്ഡൻ മുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിച്ചവൾ. ചണ്ഡ എന്ന് പറഞ്ഞാൽ കോപം എന്ന അർത്ഥം. മുണ്ട എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം. കാമം അല്ലെ? നിഷൂദനം എന്ന് പറഞ്ഞാൽ നിഗ്രഹിക്കുക. കാമവും ക്രോധവും നിരീശ്വരവാദവുമാണ് മോക്ഷത്തെ തടയുന്ന 3 പ്രധാന കാര്യങ്ങൾ. ദേവി അവയെ നീക്കം ചെയ്ത് നമുക്ക് മോക്ഷം തരുന്നു, അല്ലെങ്കിൽ മോക്ഷമാർഗത്തെ സുഗമമാക്കുന്നു എന്നാണ് ഈ നാമങ്ങൾ പറയുന്നത്. ഇപ്പൊ മഹേശ്വരി എന്ന് പറഞ്ഞാൽ ആ ഒരു മഹേശ്വര സ്വരൂപത്തോട് കൂടിയവൾ. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് കണ്ട 8 നാമങ്ങള് അതിന് ശേഷം അതിന്റെ ഒരു സാധൂകരണമായിട്ടാണ്. അതായത് എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായിരിക്കുന്നവൾ മഹേശ്വരി അല്ലെ? എല്ലാ ദേവീ ദേവന്മാർക്കും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. അസാധ്യമായ സിദ്ധികളാണ് ദേവിക്കുള്ളത്. മഹാകാളി, അപ്പൊ ആ ഒരു ദേവിയുടെ ശത്രു ഭയങ്കരമായിരിക്കുന്ന രൂപങ്ങളില് ഒന്നാണ് മഹാകാളി എന്ന് പറയുന്നത്. കാരണം കറുത്ത നിറമുള്ളവൾ. ഇപ്പൊ കറുത്ത നിറമുള്ളത് കൊണ്ടാണ് ദേവിയെ കാളി എന്ന് പറയുന്നത് അല്ലെ? കാളിന്ന് കാലി രണ്ടും ശരിയാണ്. കാലത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ട് കാളി, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ചണ്ഡമുണ്ടന്മാരുമായുള്ള യുദ്ധത്തില് ദേവിയുടെ ആ ഒരു ഭ്രൂകുടി കുടിലമായിരിക്കുന്ന ലലാടത്തിൽ നിന്നും കാളി ജനിച്ചു എന്ന് ദേവി മഹാത്മ്യം പറയുന്നു അല്ലെ? തഥ കോപം ചകാരോച്ചൈരംബിക താനരീൻ പ്രതി കോപേന ചാസ്യാവദനം വശീവർണം അഭൂത്തയ ഭ്രൂകുടി കുടിലാത്തസ്യ ലലാടഫലകാദ്രുതം കാളി കരാളവദന വിനിഷ്ക്രാന്ത അസി പാശിനി. എങ്ങനെയാ അമ്മയുടെ രൂപം? വിചിത്ര ഖഡ്വാംഗധര, നരമാല വിഭൂഷണ, ദ്വിപീചർമ്മ പരീധീന, ശുഷ്ക മാംസാദി ഭൈരവ, അതിവിസ്താരവദന, ജിഹ്വ ചലനഭീഷണ, നിമഗ്ന രക്തനയന, നാദാപൂരിത ദിഗ്മുഖ. വളരെ ഭീകരമായിരിക്കുന്ന ഒരു രൂപമാണ് കാളിയുടേത് അല്ലേ? അപ്പോ ശതമുഖ രാവണനെ കൊല്ലാൻ വേണ്ടി സീതാദേവി കാളി രൂപം ധരിച്ചതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ശിവന്റെ 3ാം തൃക്കണ്ണിൽ നിന്ന് കാളി ജനിച്ചതായിട്ടും കഥയുണ്ട്. അപ്പോ കലനം ചെയ്യുന്നവൾ കാളി എന്ന ഈ പദത്തിന് നമുക്ക് എടുക്കാം. മൃത്യുവിനെ നശിപ്പിക്കുന്നവൾ. അപ്പോ
എന്താ പറയാ, ഉജ്ജയിനിയിലെ മഹാകാല ക്ഷേത്രം അല്ലെ, ക്ഷേത്രാധി ദേവതയായിരിക്കുന്ന ദേവിക്ക് മഹാകാളി എന്ന് പേരുണ്ട്. ഈ ദേവിയുടെ രൂപം ധരിച്ചവൾ. മഹാഗ്രാസ, മഹത്തായിരിക്കുന്ന ഗ്രാസത്തോട് കൂടിയവൾ. ഗ്രാസം എന്ന പദത്തിന് വിഴുങ്ങൽ എന്നാണ് അർത്ഥം. ഇപ്പൊ ചണ്ടമുണ്ടന്മാരുമായിട്ടുള്ള യുദ്ധത്തില് ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് കാളി ജനിച്ചതായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇപ്പം ആ ഒരു മുൻ നാമത്തിൽ അതാണ് പറഞ്ഞത്. ആ വ്യാഖ്യാനത്തിലെ കാളി രാക്ഷസ സൈന്യത്തെ മുഴുവനും രഥതുരങ്കങ്ങളോടൊപ്പം ഭക്ഷിച്ചതായിട്ടാണ് ദേവി മഹാത്മ്യം പറയുന്നത്. അപ്പോ ദേവി എന്താ പറയാ, സൈന്യത്തെ എല്ലാം ഭക്ഷിച്ചു. അപ്പൊ ആ ഒരു അസുര സേനയെ ഗ്രസിക്കുന്നതായിട്ട് നമ്മൾ വർണ്ണിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ജഗദംബ ലോകങ്ങളെ ഗ്രസിച്ച് തന്നിൽ അടക്കുകയും ആ ഒരു ചെയ്യുന്നത് കൊണ്ട് ദേവിയുടെ പേര് മഹാഗ്രസ അല്ലെ. നമ്മൾ എന്താ പറയാ, അത്ര ചരാചര ഗ്രഹണാദ് എന്ന് ബ്രഹ്മസൂത്രം പറയുന്നുണ്ട്. എല്ലാ ചരാചരങ്ങളെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നവൾ. അപ്പൊ ദേവിയുടെ ആ ഒരു പരാഹന്ത സ്വരൂപത്തില് 36 തത്വങ്ങള് വിഴുങ്ങപ്പെടുന്നത് കൊണ്ട് മഹാഗ്രാസ അല്ലെ. എല്ലാം അവസാനം ലയിച്ചു ചേരുന്നത് അല്ലെ. മഹാശന, മഹത്തായിരിക്കുന്ന അശനത്തോടു കൂടിയവൾ. സർവചരാചരങ്ങളെയും ഗ്രസിക്കുന്നവളാണ് ദേവി. അവയെ അശനമാക്കുന്നവളാണ്. അപ്പോ ചരാചരങ്ങളെ തന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും ബഹിർമുഖിയായിട്ട് സ്വന്തം സൃഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തെ അനുഭവിക്കുകയും ചെയ്യുന്നവളാണ്. അപ്പൊ ആ ഒരു ഇന്ധനസ്ഥയായിരിക്കുന്ന അഗ്നി ഇന്ധനത്തെ നശിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ ദേവി പ്രപഞ്ചത്തെ അനുഭവിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉള്ള സൂചന. അപർണ, വളരെ മനോഹരമായിരിക്കുന്ന നാമമാണ് ദേവിയുടെ അപർണ എന്നുള്ള നാമം. അപർണയായിട്ട് സ്ഥിതി ചെയ്തവൾ. ദേവി ഹിമവാന്റെ പുത്രിയായിട്ട് അവതരിച്ച് ശിവൻ ഭർത്താവ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു തപസ് ചെയ്ത കഥയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. പർണം എന്ന് പറഞ്ഞ ഇല. അപ്പൊ ആ ഒരു ഉണങ്ങിയ ഇല അതുപോലും ഭക്ഷിക്കാതെ തപസ് ചെയ്തത് കൊണ്ട് ദേവിക്ക് അപർണ എന്നുള്ള പേര്. അപ്പോ കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്, തനിയെ പൊഴിയുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന ഗിരിജയെ കുറിച്ച്. അപ ഋണ എന്നാണ് പദം പിരിച്ചു പറയുന്നത്. ഋണ എന്ന് പറഞ്ഞാല് കടമില്ലാത്തവൾ. അപ്പൊ ഈ പക്ഷത്തില് ദേവിക്ക് ഒന്നിനോടും ബാധ്യതയില്ലെന്ന് സിദ്ധിക്കുകയാണ്. അപ്പോ ഈ ഒരു നാമം നമുക്ക് കടങ്ങൾ, നമ്മുടെ ലൗകിക ജീവിതത്തില് കടങ്ങളോ ഋണമുക്തിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓം ഐം ഹ്രീം ശ്രീം അപർണായേ നമ എന്നുള്ള നാമം 108 പ്രാവശ്യം കുറെ നാള് ജപിച്ചാല് അത് എത്രയും നമുക്ക് പറയാൻ പറ്റില്ല ഇല്ലേ. 7, 21, 44, 108 ഇങ്ങനെ എത്ര സംഖ്യ വേണമെങ്കിലും ജപിക്കാം. ഈ നാമത്തിന് വളരെ ഋണമോചനം നൽകാനുള്ള കഴിവുണ്ടെന്ന് പറയാറുണ്ട്. ചണ്ഡിക, ചണ്ഡിക എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരിൽ കോപമുള്ളവൾ. ചണ്ഡി കോപേ എന്ന് നിർവചനം. അപ്പൊ 7 വയസ്സുള്ള കന്യകയ്ക്കും ചണ്ഡിക എന്നുള്ള പദത്തിന് അർത്ഥമായിട്ട് പറയാം ആ രൂപമുള്ളവൾ. അപ്പോ ചണ്ഡിക സപ്തവർഷ സ്യാത്ത് എന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. ചണ്ഡമുണ്ടാസുര നിഷൂദിനി, ചണ്ഡൻ മുണ്ടൻ എന്നീ പറയുന്ന വളരെ ഭയങ്കരന്മാരായിരിക്കുന്ന അസുരന്മാരെ വധിച്ചവളാണ് ദേവി. ദേവി മഹാത്മ്യത്തിൽ വിവരിക്കുന്ന ഒരു കഥയെ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ശുംഭ നിശുംഭന്മാരെ വധിക്കുന്നതിൽ ഉദ്യുക്തയായിരിക്കുന്ന ദേവി, ദേവിയുടെ നെറ്റിത്തടത്തിൽ മഹാകാളി ഉദ്ഭവിച്ചു. അപ്പൊ അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ അത് കണ്ടു ഇല്ലേ. അപ്പൊ ശുംഭ നിശുംഭന്മാരുടെ സേനാനായകന്മാരായിരിക്കുന്ന ചണ്ഡമുണ്ടന്മാരെയും അവരുടെ സൈന്യത്തെയും മഹാകാളി നശിപ്പിച്ച് രണ്ടുപേരുടെയും ശിരസ് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പൊ ചണ്ഡനെയും മുണ്ടനെയും കൊന്നതുകൊണ്ട് ദേവിക്ക് ചാമുണ്ടി എന്ന് പേരുണ്ടായി എന്ന് പറയണു. യസ്മാത് ചണ്ഡജ മുണ്ടം ച ഗൃഹീത്വാ മുപാഗത ചാമുണ്ടേതി തതോ ലോകെ വ്യാഖ്യാദേവി ഭവിഷ്യസി അല്ലെ. ഇപ്പൊ മഹാദേവിയെ മഹാകാളിയെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ദേവി മഹാത്മ്യം പറയുന്നത്. അപ്പോ ചണ്ഡമുണ്ടാസുര നിഷൂദിനിയായിരിക്കുന്ന ദേവി ഇനി എന്തൊക്കെയാണ്? ക്ഷരാക്ഷരാത്മിക, സർവലോകേശി, വിശ്വധാരിണി, ത്രിവർഗദാത്രി, സുഭഗ, ത്രയംബക, ത്രിഗുണാത്മിക. ക്ഷരാക്ഷരാത്മിക, ക്ഷര പ്ലസ് അക്ഷര പ്ലസ് ആത്മിക, നശ്വരവും അനശ്വരവുമായിരിക്കുന്ന എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നവൾ. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് അല്ലെ. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, ഭൗതിക പദാർത്ഥങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ അനശ്വരമായിരിക്കുന്ന ആത്മാവ്. ഇപ്പൊ പരമാത്മാവ് ദേവി തന്നെയാണ് എന്ന് പറയാണ്. സർവലോകേശി, എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. വിശ്വധാരിണി, വിശ്വത്തെ ധരിച്ച്
താങ്ങി നിർത്തുന്നവൾ. ത്രിവർഗദാത്രി, ത്രിവർഗദാത്രി, ത്രിവർഗത്തെ നൽകുന്നവൾ. ത്രീ എന്ന് പറഞ്ഞാൽ 3. ഇപ്പൊ ത്രിവർഗം എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധി, അത് വർധനവ്, സ്ഥിതി, നിലനിൽപ്പ്, ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം. അപ്പൊ ഈ 3ഉം ചേർന്നതാണ്. സുഭഗ, സൗഭാഗ്യങ്ങൾക്ക് ആധാരമായിരിക്കുന്നവൾ. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി, അല്ലെ? അനന്തം ദേഹി സൗഭാഗ്യം ദേഹിമേ പരമേശ്വരി ഒരു ശ്ലോകമുണ്ട്. ത്രയംബക, ത്രി അംബിക, 3 കണ്ണുള്ളവൾ. ഇപ്പൊ 3 തരം കാഴ്ചശക്തി ഉള്ളവൾ എന്നെടുക്കാം. സ്ഥൂലം, സൂക്ഷ്മം, അതീന്ദ്രിയം. ഇങ്ങനെ 3 കാഴ്ചശക്തികളുണ്ട്. ഇപ്പൊ അംബികം എന്ന് പറഞ്ഞാൽ കണ്ണ്, സ്ഥൂലം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കാണുന്ന ശക്തി, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഊർജമണ്ഡലങ്ങൾ കാണാനുള്ള ശക്തി. ഈ 2നും അതീതമാണ് അതീന്ദ്രിയം. ത്രിഗുണാത്മിക, 3 ഗുണങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നവൾ. അപ്പൊ 3 ഗുണങ്ങൾ നമുക്കറിയാം: സത്വം, രജസ്, തമസ്, ഇല്ലേ? അപ്പോ ക്ഷരാക്ഷരാത്മിക, ക്ഷരവും അക്ഷരവുമായിരിക്കുന്ന എല്ലാത്തിന്റെയും സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ നമ്മൾ കണ്ടു, ക്ഷരം എന്ന് പറഞ്ഞ നാശമുള്ളതും അക്ഷരം നാശമില്ലാത്തതും. അപ്പൊ നാശമില്ലാത്തതായിട്ട് ദേവി മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം എന്താ? എപ്പോഴെങ്കിലും ഒരിക്കല് നാശമുള്ളവയാണ്. ഇപ്പൊ 100 വർഷം, 500 വർഷം, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ദിവസം അതിന് നാശം ഉണ്ടാകും. അപ്പൊ അക്ഷരമായിരിക്കുന്ന ദേവി സ്വരൂപം തന്നെയാണ് നാശമുള്ള പ്രപഞ്ചമായി കാണപ്പെടുന്നതും. ക്ഷരമായ വസ്തുക്കളിൽ ചിലത് മറ്റുള്ളവയെക്കാള് കൂടുതൽ കാലം നിലനിൽക്കുന്നത് കൊണ്ട് ആപേക്ഷികമായിട്ട് അവയെ അക്ഷരം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഭൂമിയിലുള്ള വസ്തുക്കളെയും ജീവികളെയും അപേക്ഷിച്ച് ഭൂമിയെ അക്ഷര എന്ന് വിളിക്കാം. അപ്പോ ക്ഷരശബ്ദം കൊണ്ട് ജീവാത്മാവിനെയും അക്ഷരശബ്ദം കൊണ്ട് പരമാത്മാവിനെയും കുറിക്കുന്നുവെന്നും, അപ്പൊ പരമാത്മാവും ജീവാത്മാവും ദേവി തന്നെ ആയതുകൊണ്ട് ക്ഷരാക്ഷരാത്മികയാണ് ദേവി എന്ന് നമുക്ക് പറയാം. അപ്പൊ ക്ഷരശബ്ദം അജ്ഞാനത്തെ കുറിക്കുന്നുവെന്നും അക്ഷരശബ്ദം ജ്ഞാനത്തെ കുറിക്കുന്നുവെന്നും ജ്ഞാനവും അജ്ഞാനവും ദേവി സ്വരൂപം ആണ്. അങ്ങനെ എടുക്കാം ഈ നാമത്തിന്റെ അർത്ഥം. ഇപ്പൊ ക്ഷരശബ്ദം ശരീരത്തെ കുറിക്കുന്നുവെന്നും അക്ഷരശബ്ദം ജീവനെ കുറിക്കുന്നുവെന്നും വ്യാഖ്യാനമുണ്ട്. ഈ പക്ഷത്തിലെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം, അത് ശരീരസ്ഥമായിരിക്കുന്ന ജീവനും ദേവി തന്നെയാണ്. ഇപ്പൊ ക്ഷരശബ്ദം കൊണ്ട് ആ ഒരു നിയത സംഖ്യമല്ലാത്തവയെയും അക്ഷരശബ്ദം കൊണ്ട് വർണ്ണങ്ങളെയും സൂചിപ്പിക്കുന്നുവെന്നും വ്യാഖ്യാനമുണ്ട്. ഇവിടെ മന്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏകാക്ഷരമായിട്ടും ആ ഒരു ദിവ്യാക്ഷരമായിട്ടും ത്രയക്ഷരമായിട്ടും എല്ലാം പല പല അക്ഷരങ്ങൾ ചേർന്ന മന്ത്രങ്ങളുണ്ട്, അല്ലെ? അവയിലെ അക്ഷരസംഖ്യ ക്ഷരമാണെങ്കിലും എല്ലാ മന്ത്രങ്ങളും ദേവീ രൂപം തന്നെയാണ്. ഇപ്പൊ ക്ഷരമായിരിക്കുന്ന അക്ഷരങ്ങള് സ്വരൂപമായവളെന്നും എടുക്കാം. ഏകാക്ഷരേതി വിഖ്യാത സർവാക്ഷരമയീ ശുഭ സൈവ വിശേശ്വരി ദേവി സൈവ കാപ്യ ഇത് അക്ഷര എന്ന് വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. സർവലോകേശി, സർവലോകങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവളാണ്. എല്ലാ ലോകങ്ങളുടെയും ഐശ്വര്യമായിട്ടിരിക്കുന്നവൾ. വിശ്വധാരിണി, വിശ്വത്തെ ധരിക്കുന്നവള്. അപ്പോ ലോകത്തിന്റെ, അതായത് ലോകസ്ഥിതി കാരിണി, വിഷ്ണുവിനെ ധരിക്കുന്നവളെന്നും എടുക്കാം. ലോക ശരീരമാകെ വ്യാപരിക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ന പേര്. ആ വിഷ്ണുവിനെ ഗർഭത്തിൽ ധരിക്കുന്നവൾ, ത്രിമൂർത്തികൾക്ക് മാതാവായിട്ടിരിക്കുന്നവൾ. ത്രിവർഗദാത്രി, ത്രിവർഗം എന്ന് പറഞ്ഞ് ത്രിവർഗങ്ങളെ കൊടുക്കുന്നവൾ, അതായത് പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം ഒഴിച്ചുള്ളവയാണ് ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം എന്നിവ. അപ്പൊ മോക്ഷം അന്യത്ര സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ? ജീവിതകാലത്ത് തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളെ മാത്രമാണ് ഈ നാമം കുറിക്കുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയെല്ലാം ജീവികൾക്ക് നൽകുന്നവൾ. ഇപ്പൊ രാഷ്ട്രതന്ത്രത്തില് പ്രഭാവശക്തി, ഉത്സാഹശക്തി, മന്ത്രശക്തി എന്നിവയെ ത്രിവർഗം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കോശദണ്ഡാദികളുടെ പുഷ്ടിയാണ് ആ ഒരു പ്രഭാവശക്തി എന്ന് പറയുന്നത്. പരാക്രമം, ഉത്സാഹശക്തിയാണ്. കൂടിയാലോചിക്കാൻ തക്ക സഹായികൾ ഉണ്ടാകുന്നത് മന്ത്രശക്തി. ഇപ്പൊ ഭരണാധികാരികൾക്ക് ഈ 3 ശക്തികളുടെയും സഹായം നൽകുന്നത് കൊണ്ട് ത്രിവർഗദാത്രി. സുഭഗ, അപ്പൊ സുഭഗ എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന ഭഗത്തോട് കൂടിയവൾ. ഭഗം എന്ന ശബ്ദത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഐശ്വര്യം, കാമം, മാഹാത്മ്യം, വീര്യം, യജ്ഞം, കീർത്തി എന്നിങ്ങനെ നാനാർത്ഥങ്ങളുണ്ട്. ഇവയോട് കൂടിയവൾ. സു എന്ന് പറഞ്ഞാല്
ഓരോന്നിലും ആ ശ്രേഷ്ഠമായിരിക്കുന്നവൾ, നല്ലതായിട്ടിരിക്കുന്നവൾ. അപ്പോ ഇവയില് ഐശ്വര്യം എന്ന പദത്തിന് വ്യാവഹാരിക ഭാഷയിൽ കൂടുതൽ പ്രസക്തിയാണ് നമ്മൾ കാണുന്നത്, ഇല്ലേ? ദേവി ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. തന്റെ ഭക്തർക്ക് ഭാഗ്യം നൽകുന്നവൾ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. ഏതൊരുവളുടെ അനുഗ്രഹത്താലാണോ ഭഗൻ സൂര്യൻ ശോഭയുള്ളവനായോ അവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ഇപ്പൊ സൂര്യചന്ദ്രന്മാര് ദേവിയെ ഉപാസിച്ച് ദേവി പാദ നഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികൾ അല്പാംശം നേടി തേജോരൂപികളായി എന്ന് നമ്മൾ കണ്ടു. അപ്പൊ സുഭഗ എന്നുള്ള പദത്തിന് സുന്ദരി, ഭർത്താവിന് പ്രിയപ്പെട്ടവൾ എന്ന വ്യാവഹാരിക രീതിയിൽ അർത്ഥമെടുക്കാം. അപ്പൊ ത്രിപുര സുന്ദരിയായിരിക്കുന്ന ദേവി സൗന്ദര്യത്തിന്റെ പ്രഭവ സ്ഥാനാണ്, ഇല്ലേ? ഭർത്താവിന്റെ ശരീരാർത്ഥവുമാണ്. ഈ അർത്ഥത്തിലും സുഭഗ എന്ന് നമ്മുടെ ദേവിയുടെ ഈ നാമത്തിന് അർത്ഥം നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പൊ 5 വയസ്സുള്ള കന്യകയ്ക്ക് സുഭഗ എന്ന പേരുണ്ട്. 5 വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ സുഭഗ പഞ്ചവർഷ്യാസ്യാദ്, അല്ലെ? ഇപ്പൊ ത്രയംബക 3 അമ്പകങ്ങളോട്, അമ്പകങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണുകളോട് കൂടിയവൾ. സൂര്യചന്ദ്രന്മാരും അഗ്നിയും ദേവിയുടെ 3 കണ്ണുകളാണെന്ന് പ്രസിദ്ധമാണ്, അല്ലേ? ഇപ്പൊ ദേവി എന്താ പറയാ, സോമ സൂര്യ അനല സ്ത്രീണി. അപ്പൊ ആ ഒരു 3 കണ്ണുകള് ദേവിക്ക്. ശിവനും അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഭഗവാന്റെ അഗ്നി നേത്രത്തിൽ നിന്നാണ് ആ കാമനെ ചാമ്പലാക്കിയത്. ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന ത്രിമൂർത്തികൾക്കും അമ്മയായതുകൊണ്ടും ദേവിക്ക് ത്രയംബക എന്നുള്ള പേരുണ്ട്. അപ്പൊ ത്രയാണാം ബ്രഹ്മ വിഷ്ണു രുദ്രാണാം അംബിക മാതാവ എന്ന് സൗഭാഗ്യ ഭാസ്കരം. അപ്പൊ ത്രയംബക ത്രിഗുണാത്മിക. അപ്പൊ സത്വം രജസ് തമസ് എന്നിവ ത്രിഗുണങ്ങള്, ആ ത്രിഗുണങ്ങള് ആത്മരൂപമായിട്ടിരിക്കുന്നവൾ. 3 ഗുണങ്ങൾക്ക് അനുസൃതമായി ദേവിക്ക് 3 രൂപങ്ങളുണ്ട്. തമോ ഗുണത്തില് കാളി, രജോ ഗുണത്തില് ദുർഗ, സത്വഗുണത്തില് പാർവതി. ഇങ്ങനെ ഗുണാസ്പദമായിട്ട് ഭിന്ന രൂപങ്ങളുണ്ടെങ്കിലും ഗുണത്രയ ആ ഒരു സാമരസ്യമാണ് ദേവീ രൂപം. അടുത്ത നാമങ്ങള് സ്വർഗാപവർഗത, ശുദ്ധ, ജപാപുഷ്പ നിഭാകൃതി, ഓജോവതി, ദ്വിതിധര, യജ്ഞരൂപ, പ്രിയവ്രത. സ്വർഗാപവർഗത, സ്വർഗ അപവർഗ ദ, സ്വർഗത്തെയും മോക്ഷത്തെയും, അപവർഗം എന്ന് പറഞ്ഞാല് മോക്ഷത്തെയും നൽകുന്നവൾ. സ്വർഗം സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങള്, അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, ദ എന്ന് പറഞ്ഞാൽ നൽകുന്നവൾ. ശുദ്ധ പരമമായ ശുദ്ധി തന്നെ ആയിരിക്കുന്നവൾ. ജപ പുഷ്പ നിഭാകൃതി, ജപ പുഷ്പ നിഭ ആകൃതി, ചെമ്പരത്തിപ്പൂവിന് തുല്യമായ നിറത്തോടു കൂടിയവൾ. ജപ ചെമ്പരത്തി, നിഭ എന്ന് പറഞ്ഞാൽ തുല്യം. ഓജോവതി ഓജസ്സിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ദ്യുതിധര പ്രകാശത്തെ ധരിക്കുന്നവൾ. ദ്യുതി എന്ന് പറഞ്ഞാൽ പ്രകാശം, എല്ലാ പ്രകാശങ്ങളും അമ്മയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നർത്ഥം. യജ്ഞരൂപ യജ്ഞസ്വരൂപമായിട്ടിരിക്കുന്നവൾ. യജ്ഞത്തിന്റെ സൃഷ്ടി എന്നും വിഷ്ണു എന്നും അർത്ഥമുണ്ട്. പ്രിയവ്രത വ്രതനിഷ്ഠകളോട് പ്രിയമുള്ളവൾ. അപ്പോ സ്വർഗമോക്ഷങ്ങൾ കൊടുക്കുന്നവളാണ് സ്വർഗാപവർഗത, അല്ലെ? അപ്പൊ ആ ഒരു എന്താ പറയാ, സുഖം എന്ന് പറഞ്ഞാൽ സ്വർഗം, നിത്യമായിരിക്കുന്ന സുഖം അപവർഗം അഥവാ മോക്ഷം. അപ്പൊ സ്വർഗസുഖം പ്രദാനം ചെയ്യുന്നതും ആ നിത്യാനന്ദ രൂപമായിരിക്കുന്ന മോക്ഷത്തെ നൽകുന്നതും ദേവിയായതുകൊണ്ട് സ്വർഗത്തെയും അപവർഗത്തെയും കൊടുക്കുന്നവളെന്ന് നാമം. അപ്പൊ ശുദ്ധ എന്ന് പറഞ്ഞാൽ അവിദ്യയാകുന്ന അഴുക്കില്ലാത്തത് കൊണ്ട് ശുദ്ധ. തന്റെ ആ ഒരു ഭക്തരുടെ അജ്ഞാനവും അജ്ഞാനജന്യമായിരിക്കുന്ന കളങ്കവും മാറ്റി ജ്ഞാനികളും ശുദ്ധരുമാക്കി തീർക്കുന്നവൾ. ജപാപുഷ്പ നിഭാകൃതി ചെമ്പരത്തി പൂ പോലെയുള്ള ആകാരത്തോട് കൂടിയവൾ. ആകാരം എന്ന പദം ശരിക്കും വർണ്ണ സാദൃശ്യത്തെ കുറിക്കുന്നുണ്ട്. പാടല വർണ്ണത്തിലുള്ള ആ ഒരു സ്ഥൂല രൂപധ്യാനം പ്രസിദ്ധമാണ്, അല്ലെ? സിന്ദൂരാരുണ വിഗ്രഹം തൃനയനം എന്നുള്ള ധ്യാനം. ജപാകുസുമ ഭാസുരയായിട്ടും ഉണ്ട്. അപ്പൊ എല്ലാത്തിലും, എല്ലാ ധ്യാന ശ്ലോകത്തിലും ദേവിയെ ആ ഒരു ചുവന്ന നിറത്തോടു കൂടിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അജബ എന്നും പുഷ്പ നിഭാകൃതി എന്നുള്ള 2 നാമങ്ങളെ പിരിച്ച് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു നാമസംഖ്യക്ക് വ്യത്യാസം വരാത്തത് കൊണ്ട് ധരസുത എന്നുള്ള നാമങ്ങൾ ചേർത്ത് ഒറ്റ പദമായിട്ട് ധരാധരസുത എന്ന് വ്യാഖ്യാനിക്കണം. അപ്പൊ ഈ വ്യാഖ്യാനത്തിലെ ജപാപുഷ്പ നിഭാകൃതി ഒറ്റ പദമാണ്.
അപ്പോ ആ ഒരു എന്താ പറയാ പുഷ്പനിഭാകൃതി അല്ലെ, പൂവ് പോലെ സുകുമാരത്വവും മൃദുത്വവും കാന്തിമത്വമായിരിക്കുന്ന ശരീരമുള്ളവൾ എന്നാണ് പദാർത്ഥ വിവരണം. പുഷ്യരാഗമെന്നും പുഷ്പത്തിന് അർത്ഥമുണ്ട്. ദേവിയുടെ ആ ഒരു പാടല കാന്തി പുഷ്യരാഗത്തിലും ഉള്ളത് കൊണ്ട് പുഷ്പനിഭാകൃതി. അപ്പൊ അജബ എന്നുള്ള പദം പിരിച്ചാല് അപ്പൊ അജബ മന്ത്രരൂപിണി, ജപിക്കാതെ സിദ്ധി നൽകുന്ന ഒരു മന്ത്രമുണ്ട് നമ്മൾ എപ്പോഴും ജപിക്കുന്ന ഹംസമന്ത്രം, ആ രൂപത്തിൽ ഇരിക്കുന്നവളെന്നും അർത്ഥം എടുക്കാം. ഓജോവതി, ഓജോവതി എന്ന് പറഞ്ഞാൽ ഓജസ് ഉള്ളവൾ. ഓജോ എന്ന് പറഞ്ഞാൽ ബലവും ദീപ്തിയുമാണ് ഓജസ്. അപ്പൊ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ കാന്തിയും ബലവും പ്രത്യക്ഷപ്പെടുന്ന ചൈതന്യം, അത് ദേവി തന്നെയാണ് അല്ലേ. ആ അർത്ഥത്തിൽ നമുക്ക് സ്വയം കാന്തിമതിയും ബലവതിയും ആയതുകൊണ്ട് ദേവിക്ക് ഓജോവതി. അപ്പൊ പ്രപഞ്ചത്തിലുള്ള സമസ്ത വസ്തുക്കളിലും കാവ്യം, നാടകം, സംഗീതം, നൃത്തം തുടങ്ങിയതിലും ആകർഷകത്വം ഉള്ളത് കൊണ്ട് ആ ഒരു ഹൃദയ ആഹ്ലാദകാരിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ചൈതന്യത്തെ നമ്മൾ ഓജസ് എന്ന് പറയുന്നു. ദ്വിതിധര, ദ്വിതിയെ ധരിക്കുന്നവൾ. ദ്വിതി എന്ന് പറഞ്ഞാല് ആ ഒരു പദത്തിന് നമ്മൾ കണ്ടത് എന്താണ്? കാന്തി അല്ലെങ്കിൽ ശോഭ, കാന്തിയെ ധരിക്കുന്നവൾ. രശ്മി എന്നും ദ്വിതിക്ക് അർത്ഥമുണ്ട്. പ്രഭാകിരണങ്ങൾ ഉള്ളവൾ എന്ന അർത്ഥം പറഞ്ഞാല് അത് ഭിന്നമല്ല. കാരണം ദ്വിതിക്ക് ഓജസ് എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥം മുൻ നാമത്തിന്റെ ആവർത്തനമായതുകൊണ്ട് പ്രകൃതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട. കാരണം ദ്വിതിധരൻ എന്ന പദത്തിന് വിഷ്ണു എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ സ്ത്രീലിംഗമായിട്ട് സ്വീകരിക്കുമ്പോൾ വിഷ്ണു രൂപിണിയായവൾ, വിഷ്ണുമായ, മഹാലക്ഷ്മി എന്നിങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പൊ യജ്ഞരൂപ, യജ്ഞത്തിന്റെ രൂപമെടുത്തവൾ ഇല്ലേ. അപ്പൊ യജ്ഞോ വൈ വിഷ്ണു എന്നാണ് ശ്രുതിവാക്യം. വിഷ്ണു രൂപിണിയാണ് ദേവി. നിരവധി സമ്പ്രദായങ്ങൾ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി ആചാര്യന്മാര് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഓരോ സന്ദർഭത്തിലെ പരാശക്തി തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഇപ്പൊ പരമവും ആത്യന്തികമായിരിക്കുന്ന ശുദ്ധവിദ്യയുടെ സ്ഫുരണത്തിൽ നിന്ന് രൂപപ്പെട്ട ആരാധനാ രീതികളില് ഹോമം, യാഗം, പൂജ തുടങ്ങിയവയെല്ലാം പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ദേവീ സ്വരൂപമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ യജ്ഞ സ്വരൂപത്തോട് കൂടിയവൾ. അപ്പോ എന്താ പറയാ, നാരായണീയത്തിലെ യജ്ഞവരാഹമായിട്ട് അവതരിച്ച വിഷ്ണുവിനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ മൂർത്തിയുടെ ത്വക്ക്, ഛന്ദസ്സുകളും രോമങ്ങളും ദർഭകളും കണ്ണ്, ആജ്യവും, കാലുകൾ 4 ഹോതാക്കളും, മുഖം, സ്രുവവും, ഉദരം, പുരോടാശ പാത്രവും, ജിഹ്വ എന്ന് പറയുന്നത് ആ ഒരു സോമരസം വയ്ക്കുന്ന പാത്രവും, കാതുകള് ചമസങ്ങളും, സോമരസം, രേതസ്സും, കണ്ഠം, ഇഷ്ടി കർമ്മങ്ങളുമാണെന്ന് പറയുന്നു. അപ്പൊ യജ്ഞവരാഹമായിട്ട് രൂപമെടുത്തത് ദേവി തന്നെയാണെന്നാണ് ഈ നാമം പറയുന്നത്. പ്രിയവ്രത, വ്രതങ്ങളെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. ഇവിടെ വ്രതം എന്നുള്ള ശബ്ദം കൊണ്ട് എല്ലാ വ്രതങ്ങളെയും കുറിക്കുന്നുണ്ട്. ഏത് ദേവനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന വ്രതമായാലും അത് ദേവിക്ക് പ്രിയമാണ്. എല്ലാ വ്രതങ്ങളും യാഗാദി കർമ്മങ്ങളും പരാശക്തിയായിരിക്കുന്ന ജഗദംബികയുടെ പാദങ്ങളിൽ തന്നെയാണ് സമർപ്പിതമാവുന്നത് അല്ലെ. അപ്പോ എല്ലാ വ്രതങ്ങളോടും ഇഷ്ടമുള്ളവൾ. അടുത്ത നാമങ്ങൾ പറയുന്നു. ദേവി ദുരാരാധ്യ, ദുരാധർഷ, പാടലി കുസുമപ്രിയ, മഹതി, മേരുനിലയ, മന്ദാര കുസുമപ്രിയ. ദുരാരാധ്യ, ദു ആരാധ്യ, ആരാധിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവൾ. ഇപ്പൊ ഈശ്വരനിലേക്ക് തിരിയുന്നതിന് അല്പമെങ്കിലും പുണ്യമോ പ്രേമമോ കാരുണ്യമോ ഒക്കെ വേണം അല്ലെ. പുണ്യമുള്ളവർക്കേ അതിന് സാധിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ലൗകികമായ സുഖങ്ങളിൽ മുഴുകി ക്ഷേത്ര ദർശനമൊക്കെ കഴിച്ച് വീണ്ടും അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ ദേവിയിലായിട്ട് ഒരു ഉപാസനാ മാർഗത്തിലേക്ക് തിരിയണമെങ്കിൽ എന്താ വേണം? അകൃത പുണ്യ പ്രഭവതി എന്ന സൗന്ദര്യലഹരി പറയുന്നു. ധാരാളം പുണ്യങ്ങൾ ചെയ്യണം. ദുരാധർഷ, ദു ആധർഷ, നിന്ദിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആകാത്തവൾ. ദു എന്ന് പറഞ്ഞാൽ ആവാത്ത, ആധർഷണം എന്ന് പറഞ്ഞാൽ നിന്ദിക്കൽ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യൽ. ഇപ്പൊ പാടലി കുസുമപ്രിയ, അപ്പൊ പാതിരിപ്പൂവ് ഇഷ്ടപ്പെടുന്നവൾ. പാടലി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ പാതിരിപ്പൂവ്, കുസുമം പൂവ്. മഹതി, മഹത്വത്തിൽ അതുല്യായിട്ടിരിക്കുന്നവൾ. മേരുനിലയ, മേരുവിൽ വസിക്കുന്നവൾ. ശ്രീചക്രത്തിന്റെ ത്രിമാന രൂപത്തെയാണ് നമ്മൾ മേരു എന്ന് പറയുന്നത്. ശ്രീചക്രം പ്രപഞ്ചത്തിന്റെ ജിയോമെട്രിക്കൽ ഫോം, ജാമതീയ രൂപമാണ്. മന്ദാര കുസുമപ്രിയ, മന്ദാര പുഷ്പത്തെ ഇഷ്ടപ്പെടുന്നവൾ. അപ്പോ ആരാധിക്കാൻ വിഷമമുള്ളവളാണ് ദുരാരാധ്യ എന്ന് നമ്മൾ കണ്ടു ഇല്ലേ. അപ്പോ ഈ ഒരു ചഞ്ചല ചിത്തന്മാർക്ക് ദുരാരാധ്യയാണ് ദേവി.
അപ്പോ ആ ഒരു എന്താ പറയാ സാധാരണക്കാർക്ക്, അതായത് ദേവി പാദങ്ങളിലെ സബരിയ എന്ന് പറയുന്നത് ആ ഒരു തരളകരണന്മാർക്ക് അസുലഭയാണ് എന്ന് സ്ഥാപിക്കുന്നു. ആചാര്യ സ്വാമികള് ആ തരളന്മാരെന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത ചഞ്ചല ചിത്തന്മാരെയാണ്. ദുരാധർഷ, ധർഷിക്കപ്പെടാൻ കഴിയാത്തവൾ, അല്ലെ, തോൽപ്പിക്കുക അല്ലെങ്കിൽ കീഴടക്കുക, വശത്താക്കുക, ഇതൊന്നും ദേവിയെ ചെയ്യാൻ പറ്റില്ല. ദേവിയെ സ്വാധീനത്തിലാക്കാൻ നിസ്വാർത്ഥമായിരിക്കുന്ന ഭക്തിയും കഠിനമായിരിക്കുന്ന തപശ്ചര്യയും ആ ഒരു എന്താ പറയാ ആ ഒരു ധൈര്യം, സ്ഥിരമായിരിക്കുന്ന ഒരു സ്ഥൈര്യവും ഒക്കെ വേണം. എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയാത്തവളാണ് ദേവി. ഇപ്പൊ പാടലി കുസുമപ്രിയ നമ്മൾ കണ്ടു. പാതിരിപ്പൂവ് ഇഷ്ടമുള്ളവൾ ശിവന് കൂവളവും പാർവതീ ദേവിക്ക് പാതിരിയും ഇഷ്ടമാണെന്ന് പ്രസിദ്ധാണ്. മഹതി, അപ്പൊ പൂജിക്കപ്പെടാൻ യോഗ്യത ഉള്ളവള്. മഹപൂജായാം, അങ്ങനെ നോക്കുമ്പോൾ പൂജിക്കപ്പെടുന്നവൾ, അല്ലെ, ശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടേണ്ടവൾ, ഏറ്റവും വലിപ്പമുള്ളവൾ എന്നൊക്കെ നമുക്ക് പറയാം. സർവ പ്രപഞ്ചങ്ങളും ദേവിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദേവി പ്രപഞ്ച സമൂഹങ്ങളെക്കാളും വലുതാണ്. അതുകൊണ്ട് മഹതി. അപ്പോ നാരദന്റെ വീണയുടെ പേര് മഹതി എന്നാണ്, അല്ലെ, അത് സ്വരൂപമായിട്ടിരിക്കുന്നവളെന്നും പക്ഷം. ഇപ്പൊ മേരുനിലയ, ഇപ്പൊ മഹാമേരു പർവ്വതം നിലയമായിട്ടുള്ളവൾ എന്ന് ആദ്യത്തെ അർത്ഥം എടുക്കണം. സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക. അമ്മ എവിടെയാണ്? 55ാമത്തെ നാമത്തിൽ പറയുന്നുണ്ടല്ലേ, ലളിതാ സഹസ്രനാമത്തില്. അപ്പോ പരാകാശ, അതും അറിയണം. ഇപ്പൊ ശ്രീചക്രത്തില് 3 വിധത്തിലുള്ള എന്താ പറയാ പ്രസ്ഥാനങ്ങൾ ആചാര്യന്മാര് വിധിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീചക്രത്തിന് വശന്യാദി വാഗ്ദേവതകളോട് താതാത്മ്യം വരുന്നത് കൊണ്ട് അത് ഭൂപ്രസ്ഥാനവും, മാതൃകകളോട്, അതായത് മാതൃക അക്ഷരങ്ങളോട് താതാത്മ്യമാകുന്നത് കൊണ്ട് അത് കൈലാസ പ്രസ്ഥാനവും, 16 നിത്യാദേവതകളോട് താതാത്മ്യം ഉണ്ടാകുന്നത് കൊണ്ട് അത് മേരു പ്രസ്ഥാനവുമായിട്ട് അറിയപ്പെടുന്നു. അപ്പൊ മേരു പ്രസ്ഥാന രൂപത്തിലുള്ള ശ്രീചക്രം ആവാസ സ്ഥാനമായിട്ടിരിക്കുന്നവൾ എന്ന് ഈ നാമത്തിന് നമുക്ക് അർത്ഥം എടുക്കാം. മേരു എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു നവാക്ഷര മന്ത്രം നിലയമായിട്ടുള്ളവൾ. ഈ മന്ത്രം സർവ മന്ത്രങ്ങൾക്കും ഉത്ഭവസ്ഥാനം എന്നാണ് പറയുന്നത്. മഹാത്രിപുര സുന്ദരിയ മന്ത്രമേരു സമുദ്ഭവ എന്ന സൗഭാഗ്യ ഭാസ്കരം. അപ്പൊ മന്ത്രപരമായിരിക്കുന്ന അർത്ഥവും മന്ത്രരൂപവും ഗുരുമുഖത്തു നിന്ന് തന്നെ അറിയേണ്ടതാണ്. മന്ദാര കുസുമപ്രിയ, മന്ദാര കുസുമങ്ങൾ ഇഷ്ടമുള്ളവൾ. ഇപ്പൊ മന്ദാരം എന്ന് പറഞ്ഞാല് സ്വർഗലോകത്തുള്ള ഒരു വൃക്ഷമാണ്. അപ്പൊ കൽപ്പവൃക്ഷങ്ങളിൽ ഒന്ന്. അപ്പൊ ഇതിന്റെ കുസുമം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. മന്ദാരം എന്ന പേരില് ഭൂമിയിലുള്ള വൃക്ഷത്തിന്റെ പുഷ്പമെന്നും പക്ഷം. അപ്പൊ മന്ദാരത്തിന് എരുക്ക്, പ്രത്യേകിച്ച് വെളുത്ത എരുക്കെന്നും അർത്ഥമുണ്ട്. അപ്പൊ വെള്ളരിക്കിന്റെ പൂവ് ഇഷ്ടപ്പെടുന്നവളെന്ന് നമുക്ക് എടുക്കാം. അപ്പോ മന്ദാര കുസുമപ്രിയായിരിക്കുന്ന ദേവി ആരാണ്? വീരാരാധ്യ, വിരാട് രൂപ, വിരജ, വിശ്വതോന്മുഖി, പ്രത്യേക രൂപ, പരാകാശ, പ്രാണത, പ്രാണരൂപിണി. വീരാരാധ്യ, വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ഇപ്പൊ വിശേഷേണ ആ ഈരയതി, സവിശേഷേണ രീതിയിൽ പ്രതിപാദിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ നന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ് വീരൻ. വിരാട് രൂപ, വിരാട പ്ലസ് രൂപ. വിരാട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, പ്രപഞ്ചം തന്നെ രൂപമായിട്ടിരിക്കുന്നവൾ, പ്രപഞ്ചമാകെ വ്യാപരിച്ചു നിൽക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തെ ബ്രഹ്മത്തിന്റെ രൂപമെന്ന് നമുക്ക് പറയാം. അപ്പൊ അമ്മ ബ്രഹ്മമാണ്. ഇപ്പൊ വിരജ, ബി പ്ലസ് രജ, രജോ ഗുണത്തിന് അപ്പുറം നിൽക്കുന്നവൾ. വിശ്വതോന്മുഖി, എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവൾ, എല്ലാം ശുദ്ധീകരിക്കുന്നവൾ, അല്ലേ, എല്ലാം ശ്രദ്ധിക്കുന്നവൾ. വിശ്വത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. പ്രത്യേക രൂപ, ജീവാത്മാവിൽ നിറഞ്ഞവളാണ്. പ്രത്യേക ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. പരാകാശ, ആകാശം പോലെ കാഴ്ചയ്ക്ക് അപ്പുറം നിൽക്കുന്നവൾ. ആകാശത്ത് നിറങ്ങളും കാറും കാണുമെങ്കിലും അതൊന്നും ആകാശത്തെ സ്പർശിക്കുന്നില്ല, അല്ലെ. അതുപോലെ രൂപങ്ങളും ഗുണങ്ങളും നമ്മൾ ഭാവന ചെയ്യുന്നുണ്ടെങ്കിലും അമ്മ അതിനെല്ലാം അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാണത, ഇപ്പം വളരെ പ്രധാനമായിട്ട് ഒരു നാമമാണിത്. പ്രാണനെ നൽകുന്നവളാണ്. അപ്പോ ആത്മാവ് പുതിയ ശരീരം എടുക്കുമ്പോൾ അതിലെ പ്രാണോർജത്തെ നൽകുന്നവൾ. അപ്പൊ ആരാ? അതുകൊണ്ടാണ് നമ്മൾ മാതാവെന്ന് വിളിക്കുന്നത്, അല്ലേ. ഒരു ഗർഭത്തിലെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തിലൂടെ പ്രാണൻ കൊടുക്കുന്നത് ഗർഭാവസ്ഥയിലെ സ്വന്തം അമ്മയാണ്. അപ്പൊ അതുപോലെ ഈ എന്താ പറയാ ജീവന് പുറത്തേക്ക് വരുമ്പോ ആ ഒരു സ്വന്തമായിട്ട് പ്രാണനെ എടുക്കാൻ കഴിവ് കൊടുക്കുന്നത് ദേവിയാണ്. പ്രാണരൂപിണി, പ്രാണരൂപമായിട്ടിരിക്കുന്ന ആരാ? സാക്ഷാൽ ഭഗവതി തന്നെയാണ്. അപ്പൊ പ്രാണോർജത്തിന്റെ രൂപത്തിൽ അനുഭവമാകുന്നവൾ. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്കറിയാം നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്നവൾ ആരാ? ദേവി തന്നെയാണ്, അല്ലേ. അപ്പോ
എന്താ പറയാ, മേരുനിലയത്തിൽ ഇരിക്കുന്ന ദേവി ആരാ? മന്ദാര കുസുമപ്രിയാണ്. വീരാരാധ്യ, വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ്. ധൈര്യവും പരാക്രമശീലവുമുള്ള യോദ്ധാവിനെയാണ് വീരശബ്ദം കുറിക്കുന്നത്. അങ്ങനെയുള്ളവരാൽ ആരാധിക്കപ്പെടുന്നവൾ. ദേവി പ്രസാദം കൊണ്ട് യോദ്ധാക്കള് വീരന്മാരാകുന്നു എന്നാണ് സൂചന. ഇപ്പൊ വീരൻ എന്ന പദത്തിന് നടൻ എന്ന അർത്ഥമുണ്ട്. നടന ചാതുരി, ദേവി കടാക്ഷം കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് വീരാരാധ്യ. വീരൻ എന്ന പദത്തിന് അഗ്നി, വിഷ്ണു, ഭീഷ്മർ, വീരഭദ്രൻ എന്നും അർത്ഥങ്ങളുണ്ട്. ഈ പക്ഷത്തില് അഗ്നിയാൽ ആരാധിക്കപ്പെട്ടവൾ, വിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്നവൾ, ഭീഷ്മരാൽ ആരാധിക്കപ്പെടുന്നവൾ, അല്ലേ? അപ്പോ എല്ലാ വീരശബ്ദങ്ങളും എന്താ, ധൈര്യമുള്ളവരെയാണ് കുറിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. വിരാട രൂപ, സർവ പ്രപഞ്ച വ്യാപ്തവും സർവ കാരണവുമായിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ വിരാട് രൂപം, വിരാട്ടിന്റെ രൂപം ധരിച്ചവൾ. അപ്പോ ലളിതാ സ്തവരാജത്തില് ദേവിയുടെ വിരാട് രൂപ വർണ്ണനയുണ്ട്. അത് വളരെ വലുതാണ്. കാരണം കലാമുഹൂർത്തം, കാഷ്ട, ഇങ്ങനെയുള്ള സംവത്സരം, ഇങ്ങനെ സഹസ്ര ശീർഷ, സഹസ്ര മുഖം, ആ ഒരു സഹസ്ര ഹസ്തം, സഹസ്ര പാദം, അങ്ങനെയുള്ള എന്താ പറയാ, ദേവിയുടെ ആ ഒരു ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്ന, അപ്പോ ആ ഒരു പാദങ്ങള്, അതലം, വിതലം, സുതലം, രസാതലം, അങ്ങനെ ഓരോ ഭാഗങ്ങളും ദേവിയുടെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അല്ലെ? ഭൂർഭുവസുവ എന്ന് പറഞ്ഞ് ആ ഊർധ്വലോകങ്ങളും അധോലോകങ്ങളും എല്ലാം തന്നെ ആ ദേവിയുടെ ശരീരമാണെന്ന് പറയണു. അപ്പൊ ആ ഒരു വിഗ്രഹമായിരിക്കുന്ന ദേവിയെ വളരെ വിശദീകരിച്ച് വിരാട രൂപത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതിനെയാണ് വിരാട രൂപ വർണ്ണന എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ വിരാട രൂപ വർണ്ണന ഭഗവത്ഗീതയിൽ പറയുന്നത്, ഇല്ലെ? മഹാവിഷ്ണു ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു ആ ഒരു പ്രപഞ്ചമായിരിക്കുന്നത്, ഇതിന്റെ ആ ഒരു തത്വാർത്ഥം എന്തെന്ന് വെച്ചാല് പ്രപഞ്ച രൂപമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പ്രപഞ്ചം ദേവിയിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോ വിരജ, ആ ഒരു വിഗതമായ രജസ്സോട് കൂടിയവൾ. രജസ്സിന് പ്രാകൃതത്തിലെ പാപം എന്നർത്ഥമുണ്ട്. പാപമില്ലാത്തവൾ, ഭക്തജനങ്ങളുടെ പാപത്തെ പോക്കുന്നവൾ, അല്ലെ? ആ ഒരു ഉൽക്കല ദേശത്ത് വിരജ ക്ഷേത്രത്തിന്റെ അധിഷ്ഠാത്രിയായിട്ട് കുടികൊള്ളുന്നവൾ, വിശ്വതോന്മുഖി. വിശ്വതോന്മുഖി എന്ന് പറഞ്ഞാല് വിശ്വത, എല്ലായിടത്തും മുഖമുള്ളവൾ, സർവ പ്രപഞ്ചവും ശരീരമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിൽ പറയുന്നുണ്ട്, ഇല്ലേ? ദേവി എന്താ പറയാ, ആ ഒരു വിശ്വരൂപമായിട്ട് സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോന്മുഖം, ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ തന്നെയാണ് നാരായണീ സ്തുതിയിലെ ദേവി ആ ഒരു പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. ഏത് ദിക്കിൽ നോക്കിയാലും പ്രാർത്ഥിച്ചാലും ആ ഒരു ഉപാസകനെ അനുഗ്രഹിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. അപ്പൊ എല്ലായിടത്തും മുഖമുള്ളത്, അല്ലെ? എല്ലായിടത്തും കാണുന്ന വിശ്വസാക്ഷിണി എന്നർത്ഥം. അപ്പൊ പ്രത്യേകായിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ. അപ്പോ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് ബഹിർമുഖമാണ്, അല്ലെ? അവ അന്തർമുഖമായിട്ട് പ്രവർത്തിക്കുന്നതിന് പ്രത്യേക് പ്രവർത്തനം എന്ന് പറയണം. അപ്പൊ തന്നെ തന്നെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പൊ പ്രത്യേക് ലോക്യ മാനസ്വരൂപ എന്ന നാമത്തിന് അർത്ഥം എടുക്കാം. ദേവിയിൽ നിന്ന് ബാഹ്യമായിട്ട് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വിരാട രൂപയും വിശ്വതോന്മുഖിയുമായിരിക്കുന്ന ദേവിക്ക് അന്തർമുഖമായിരിക്കുന്ന ഇന്ദ്രിയ വ്യാപാരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, സപ്തസമുദ്രങ്ങൾക്കും അപ്പുറത്താണ് പരാകാശം എന്ന് പറയുന്നത്. അവിടെ ലളിതാദേവി 16 വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് പുരാണങ്ങൾ പറയുന്നു. ഇപ്പൊ കാതിമതം, മേരുപർവ്വതം, സപ്തദ്വീപങ്ങള്, ആ ഒരു സപ്തസമുദ്രങ്ങളെ, പരാകാശം, ഇന്ന് 16 സ്ഥാനങ്ങളായിട്ട് ലളിതാദേവി ഷോഡശ നിത്യകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരമായിരിക്കുന്ന ആകാശമായും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ, ദേവി എന്താ പറയാ, ആ ഒരു ബ്രഹ്മരൂപിണി എന്ന അർത്ഥത്തില് ബ്രഹ്മാണ്ടത്തിലും ജീവികളുടെ ശരീരമായിരിക്കുന്ന പിണ്ടാണ്ടത്തിലും ആകാശം എന്ന് പറഞ്ഞാൽ എന്താ, ബ്രഹ്മാഭിവ്യക്തി സ്ഥാനമാണ്, അല്ലെ? ആകാശരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോ ദേവി ശരിക്കും പറഞ്ഞാല് ആ ഒരു 12 ദിവസം ഉപവസിച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം,
അങ്ങനെ പ്രസാദിപ്പിക്കേണ്ട ദേവിയാണ് എന്നും പറയുന്നുണ്ട്. പരാഗ ആശ എന്നുള്ള പദം പിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോ തപോഗമ്യമായിരിക്കുന്ന മാർഗം രൂപമായിട്ടുള്ളവൾ. അപ്പോ ആ ഒരു പരമമായ ആകാശത്തെ, അകം എന്ന് പറഞ്ഞാൽ പാപം, അശിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൾ. അപ്പോ മോക്ഷത്തെ കൊടുക്കുന്നവൾ, പരമായ അകത്തെ, ഇല്ലേ, പാപത്തെ നശിപ്പിക്കുന്നവൾ. പ്രാണത, പ്രാണങ്ങളെ കൊടുക്കുന്നവൾ. ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള 5 പ്രാണവായുക്കൾ, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇവയ്ക്ക് പേര് പഞ്ചപ്രാണനുകൾ എന്നാണ്, അല്ലെ. 5 ഉപപ്രാണന്മാരും ഉണ്ട്. ഇപ്പൊ പ്രാണശബ്ദം പരമാത്മാവിനെയും കുറിക്കുന്നുണ്ട്. ജീവിക്ക് പരമാത്മാവിനെ അറിയുന്നതിനും ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിക്കുന്നതിനും കാരണമായവളാണ് എന്ന് നമുക്ക് പ്രാണത എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് എടുക്കാം. അപ്പൊ പ്രാണശബ്ദത്തിന്റെ ശക്തി പരാക്രമമെന്നും ശക്തി നൽകുന്നവൾ, പരാക്രമം നൽകുന്നവളെന്നും ഇതിൽ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ പ്രാണശബ്ദം കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, മനസ്സ് എന്നിവ ചേർന്ന് 11 ഇന്ദ്രിയങ്ങളെ കുറിക്കുകയാണ്. അവയെ ദാനം ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം. ആ ഇന്ദ്രിയങ്ങളെ, അതായത് ഇന്ദ്രിയജന്യങ്ങളായിരിക്കുന്ന കാമനകളെ ഖണ്ഡിക്കുന്നവൾ, നശിപ്പിക്കുന്നവൾ എന്നും അർത്ഥം. പ്രാണരൂപിണി, അപ്പൊ പ്രാണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ എല്ലാം അമ്മയാണെന്നർത്ഥം. അപ്പോ ആ ഒരു മുൻ നാമത്തിലെ പ്രാണത എന്ന് കണ്ടു. അതിന്റെ ആ പ്രാണൻ എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ആ നാമത്തിന്റെ എന്താ പറയാ, പ്രാണരൂപത്തിലിരിക്കുന്നവൾ, പ്രാണൻ കൊടുക്കുന്നവൾ. അപ്പോ അടുത്ത നാമത്തിൽ പറയണു, മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി നിസ്ത രാജ്യദുഹു ത്രിപുരേശി ജയത്സേന നിസ്ത്രൈഗുണ്യ പരാപര. അപ്പൊ മാർത്താണ്ഡ ഭൈരവാരാധ്യ, മാർത്താണ്ഡന്മാരാലും ഭൈരവന്മാരാലും ആരാധിക്കപ്പെടുന്നവൾ. മാർത്താണ്ഡന്മാരെന്ന് പറഞ്ഞാൽ സൂര്യനെ ആരാധിക്കുന്നവര്, സൗര ഉപാസന ചെയ്യുന്നവര്. ഭൈരവന്മാരെന്ന് പറഞ്ഞാൽ ഉടലോട് അനശ്വരമാകാമെന്ന് വിശ്വസിക്കുന്ന ഒരു ശാക്തേയ സമ്പ്രദായക്കാരാണ്. അവരുടെ പ്രഥമ ഗുരുവാണ് ഭൈരവൻ. മന്ത്രിണി നിസ്ത രാജ്യദുഹു, മന്ത്രോപാസനം ചെയ്യുന്നവരിൽ രാജ്യഭരണം തന്നെ വയ്ക്കുന്നവൾ. ഇപ്പൊ രാജാധികാരം നൽകി അനുഗ്രഹിക്കുന്നവൾ. മന്ത്രിണി എന്ന് പറഞ്ഞാല് മന്ത്രോപാസന ചെയ്യുന്നവർ. ഇപ്പൊ നിസ്ത എന്ന് പറഞ്ഞാൽ വയ്ക്കപ്പെട്ട. രാജ്യദുഹു, രാജ്യാധികാരം കൊടുക്കുന്നവൾ. ത്രിപുരേശി, ഇപ്പൊ ത്രിപുരത്തിന് ആധാരമായിരിക്കുന്നവൾ. ത്രിപുരം എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ 9 ചക്രങ്ങളിൽ ഒന്നായിരിക്കുന്ന സർവാശ പരിപൂരക ചക്രം, അതിന്റെ അധീശ്വരിയായിട്ടിരിക്കുന്നവൾ ത്രിപുരേശി. ജയത് സേന, ജയത് പ്ലസ് സേന, ഇപ്പൊ ജയിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയോട് കൂടിയവൾ. സേന എന്ന് പറഞ്ഞാൽ ശക്തി അഥവാ ഊർജം. നിസ്ത്രൈഗുണ്യ, ത്രൈഗുണ്യ, ത്രിഗുണങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ. ത്രിഗുണങ്ങൾ എന്തൊക്കെയാണ്? സത്വം മോക്ഷത്തെ നൽകുന്നത്, രജസ് സൃഷ്ടിക്ക് കാരണമായത്, അല്ലെ. ഇപ്പൊ ജനന മരണങ്ങളെ നിലനിർത്തുന്നത്, തമസ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ബന്ധനത്തിൽ നിർത്തുന്നത്. പരാപര, പരയിലും അപരയിലും നിറഞ്ഞു നിൽക്കുന്നവൾ. പര എന്ന് പറഞ്ഞ ആത്മവിദ്യ, അപര എന്ന് പറഞ്ഞ പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ്, അതിനെയാണ് നമ്മൾ അവിദ്യ എന്ന് പറയുന്നത്. അപ്പോ മാർത്താണ്ഡ ഭൈരവാരാധ്യ, മാർത്താണ്ഡ ഭൈരവനാൽ പൂജിക്കപ്പെടുന്നവളാണ്. ലളിതോപാഖ്യാനത്തിൽ പറയണു, ആ ഒരു ത്രിപുര വർണ്ണനയില് സൂര്യബിംബസാലം വർണ്ണിക്കുന്നുണ്ട്. അവിടെ തീവ്രമായ തപസ് ചെയ്ത് സൂര്യൻ തന്റെ പ്രകാശം ദേവിയിൽ നിന്ന് നേടിയെന്ന് പറയണു. അപ്പോ ഘോരമായ തപസ് ചെയ്തിട്ടാണ് സൂര്യൻ ആ ശോഭയെ സമ്പാദിച്ചത്, അല്ലെ. അപ്പൊ എല്ലാ ഗ്രഹരാശി ഗണങ്ങളും അവിടെ തപസ് ചെയ്ത് ആ ഒരു ലോക ഭാസുരതയെ പ്രാപിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ മാർത്താണ്ഡ ഭൈരവൻ, സൂര്യൻ 12 മൂർത്തികളായിട്ട് ഭേദിച്ച്, അതിനെയാണ് നമ്മൾ ദ്വാദശ ആദിത്യന്മാരെന്ന് പറയുന്നത്, ഇല്ലേ. 33 കോടി ദേവകളില് 33 ദേവതകളെന്ന് നമ്മൾ പറയുന്നത് ദ്വാദശ ആദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള്, സൂര്യൻ, ചന്ദ്രൻ, ഞാനെന്ന് പറയുന്ന ബോധം. അപ്പോ ആ ഒരു ദ്വാദശ ആദിത്യ രൂപത്തില് തേജോ രൂപികളായിരിക്കുന്ന കോടിക്കണക്കിന് ശക്തികളാൽ അന്വിതമായിട്ട് മതം കൊണ്ട് രക്തനേത്രനായിട്ട് രക്തശോക പൂങ്കാവുകളിലെ ക്രീഡാസക്തനായിട്ട് സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം ആ ഒരു തമസിന്റെ മറുകരയിൽ നിൽക്കുന്നവനാകുന്നു. ലളിതോപാഖ്യാനത്തിൽ ഇത് പറയുന്നുണ്ട്. മാർത്താണ്ഡനാലും ഭൈരവനാലും പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ഇപ്പൊ ഭൈരവൻ എന്ന് പറയുന്ന ശിവന്റെ ഒരു അഷ്ടമൂർത്തി സ്വരൂപമാണ്. മന്ത്രിണി നിസ്ത രാജ്യദുഹു, മന്ത്രിണി ദേവിയില് ആ ഒരു നൃത്തമായിരിക്കുന്ന വയ്ക്കപ്പെട്ട രാജ്യധുവോട് കൂടിയവൾ, രാജ്യഭാരത്തോട് കൂടിയവൾ. ഇപ്പൊ സംഗീത യോഗിനി എന്നും
ശ്യാമള എന്നും പേരുള്ള ദേവി അല്ലെ ലളിതാംബികയുടെ മന്ത്രിണിയാണ്. ഇപ്പൊ സർവ പ്രപഞ്ചങ്ങളും അടങ്ങുന്ന തന്റെ സാമ്രാജ്യത്തിന്റെ ഭരണഭാരം ശ്യാമളാംബികയില് ദേവി അർപ്പിച്ചിരിക്കുന്നു അല്ലെ. നമ്മളെ ശ്യാമാദേവി അല്ലെ, മന്ത്രിണി, രാജശ്യാമള എന്നൊക്കെ ദേവിയെ പറയാറുണ്ട്. അമ്മയുടെ ലളിതാദേവിയുടെ മന്ത്രിണിയാണ്. ദണ്ഡിനി ആരാണ്? വാരാഹി ദേവി. ഇപ്പൊ ലളിതാദേവിയെ കൊണ്ട് ലോക സംഗ്രഹാർത്ഥം എന്തെങ്കിലും സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രാദികള് മന്ത്രിണി ദേവി വഴിക്കാണ് തങ്ങളുടെ നിവേദനങ്ങൾ സമർപ്പിക്കുന്നത്. കാരണം മന്ത്രിണി ആരാണ്? മന്ത്രിയാണില്ലേ, പ്രധാനമന്ത്രി. ലളിതാദേവിയെ നേരിട്ട് സമീപിക്കാൻ അവർക്ക് സാധ്യമല്ല. ഇപ്പൊ സംഗീത വിദ്യക്ക് അധീശത്വമുള്ള ശ്യാമാദേവി, ശ്യാമളാദേവി എന്ന് പറയും. ലളിതാ മഹാരാജ്ഞിക്ക് അത്യന്തം പ്രിയപ്പെട്ടവളാണെന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രിണി ദേവി പറയുന്നതിനപ്പുറം ലളിതാദേവി ഒന്നും ചെയ്യാറില്ല അല്ലെ. മന്ത്രിണി ദേവിയുടെ ആഗ്രഹങ്ങള് അത് ലംഘിക്കാറില്ല. ഇപ്പൊ ശ്രീദേവിയുടെ ശക്തി സാമ്രാജ്യത്തിൽ എന്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനും മന്ത്രിണി ദേവിക്ക് കഴിയും. അതുകൊണ്ടാണ് ദേവിക്ക് ജയം വരണമെന്നുള്ള ആഗ്രഹിക്കുന്ന ദിക്പാലകന്മാരെല്ലാം തന്നെ പ്രധാന മന്ത്രിണിയായിരിക്കുന്ന ശ്യാമളാദേവിയെ സേവിക്കുന്നത്. അപ്പൊ മന്ത്രത്തോട് കൂടിയവൾ അല്ലെ, മന്ത്രികള്, അപ്പൊ അവരെ ശ്രീദേവിയുമായിട്ടുള്ള ഐക്യത്തിൽ എത്തിക്കുന്ന പ്രവർത്തനം അല്ലെ, ആ ഒരു പ്രയത്നം വിശേഷം മന്ത്രിണി. അപ്പൊ അതിൽ ന്യസ്തമായിരിക്കുന്ന വൈക്യപ്പെട്ട സാമ്രാജ്യ രൂപമായിരിക്കുന്ന ഐക്യ രഹസ്യത്തിന്റെ ധർമ്മത്തോട് കൂടിയവൾ അല്ലെ. ക്ലിഷ്ടമെങ്കിലും ഇത് വളരെ എന്താ പറയാ, ആചാര്യന്മാര് സന്ദർഭാനുസൃതമായിട്ട് പറഞ്ഞിരിക്കുന്നതാണിത്. ത്രിപുരേശി, ആ ഒരു ഭൂസ്വർഗ പാതാളങ്ങൾ അടങ്ങിയ ത്രിപുരങ്ങൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. സർവാശ പരിപൂരക ചക്രത്തിന്റെ അധീശ്വരിയാണ് ദേവി. ശ്രീചക്രത്തിൽ 9 ചക്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പുറത്തുനിന്ന് ഉള്ളിലേക്ക് യഥാക്രമം അവയ്ക്ക് ത്രൈലോക്യ മോഹന ചക്രം, സർവാശ പരിപൂരക ചക്രം, സർവ സംക്ഷോഭണ ചക്രം, സർവ സൗഭാഗ്യദായക ചക്രം, സർവാർത്ഥ സാധക ചക്രം, സർവരക്ഷാകര ചക്രം, സർവരോഗഹര ചക്രം, സർവസിദ്ധിപ്രദ ചക്രം, സർവ ആനന്ദമയ ചക്രം. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അത് എന്താണെന്ന് മനസ്സിലാവും അല്ലെ. ഇതില് രണ്ടാമത്തതിന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്നവളാണ് ത്രിപുരേശി. ജയസേന, അപ്പൊ ജയിക്കുന്ന സേനയോട് കൂടിയവൾ, അപ്പൊ ശത്രുക്കളെ ജയിക്കുന്ന സേനയുള്ളവൾ എന്നർത്ഥം. അപ്പൊ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം നിരന്തരമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇല്ലേ. സമൂഹത്തിലും വ്യക്തികളുടെ ഉള്ളിലും നടക്കുന്ന ഈ യുദ്ധത്തില് കാമക്രോധാദികളായിരിക്കുന്ന ശത്രുക്കളെ പല വേഷത്തിലും പല രൂപത്തിലും ധർമ്മത്തെയും സദാചാരത്തെയും ആക്രമിക്കണം. പലപ്പോഴും അധർമ്മം ജയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആത്യന്തികമായിട്ട് ധർമ്മം തന്നെയാണ് ജയിക്കുന്നത്. അപ്പൊ ദേവിയുടെ ആ ഒരു ജയശീലമുള്ള സേനയെ മൊത്തത്തില് കുറിക്കുന്ന പദമാണ് ധർമ്മം. അപ്പൊ നിസ്ത്രൈഗുണ്യ, ആ ഒരു നിർഗതമായിരിക്കുന്ന ത്രൈഗുണ്യത്തോട് കൂടികൾ, ത്രിഗുണാത്മിക, സത്വരജസ് തമസ് എന്നുള്ള ഗുണങ്ങള്. ഇവയുടെ സ്വഭാവം ഭഗവത്ഗീത 14 അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ പ്രകൃതി സംഭവങ്ങളാണ്. അവ അവ്യയനായിരിക്കുന്ന ആത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗുണങ്ങളുടെ കൂട്ടത്തില് സത്വം നിർമ്മലമായതുകൊണ്ട് പ്രകാശാത്മകവും ആ ഒരു അനാമയവുമാണ്. അത് സുഖത്തിലേക്ക്, ആ സുഖത്തിലുള്ള ആസക്തി കൊണ്ടും ജ്ഞാനത്തിലുള്ള സംഘം കൊണ്ടും ബന്ധിക്കപ്പെടുന്നു. രജോ ഗുണം എന്ന് പറയുന്നത് രാഗാത്മകമാണ്. ആ ഒരു തൃഷ്ണയുടെയും സംഘത്തിന്റെയും ഉത്പത്തി ഹേതുവാണത്. അപ്പൊ ദേഹിക്ക് കർമ്മങ്ങളിൽ ആസക്തി ഉണ്ടായി ബന്ധനം വരുത്തുകയാണ്. തമോ ഗുണം എന്ന് പറയുന്നത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സർവ്വദേഹികളുടെയും മോഹിപ്പിക്കുന്ന, എല്ലാ ദേഹികളെയും മോഹിപ്പിക്കുന്നതാണ് അത്. ഇപ്പൊ പ്രമാദം, ആലസ്യം, നിദ്ര, അത് ഇങ്ങനെയാണ് ദേഹികളെ അത് ബന്ധിക്കുന്നത്. ഇപ്പൊ സത്വഗുണം പ്രാണികളെ സുഖത്തിൽ ആസക്തരാക്കുന്നു, രജസ് കർമ്മത്തിൽ ആസക്തരാക്കുന്നു, തമസാകട്ടെ ജ്ഞാനത്തെ ആവരണം ചെയ്ത് പ്രാണികളെ പ്രമാദത്തിൽ ആസക്തരാക്കുന്നു. ഈ ഗുണങ്ങൾക്ക് അതീതയായിരിക്കുന്ന ദേവി. അപ്പോ ആ ഒരു എന്താ പറയാ, ഗുണത്രയങ്ങൾ എന്ന് പറയുന്നത് ദേവിയുടെ വിഭാവനയാണെന്ന് ദേവി മഹാത്മ്യം പറയുന്നുണ്ട്. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാഗിനി. ഗുണങ്ങളെ വേർതിരിച്ച് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മൂലപ്രകൃതിയായിരിക്കുന്നവള് ദേവിയാണ്. അങ്ങനെയുള്ള ദേവി ത്രിഗുണങ്ങൾ ഇല്ലാത്തവളാണെന്ന് ഈ നാമത്തിന് അർത്ഥം എടുക്കാം. പരാപര, പരാപര എന്ന് പറഞ്ഞാൽ പരയും അപരയുമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. പരം എന്നതിന് അന്യമായതെന്നർത്ഥം. അപ്പൊ അഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന് പറയുന്ന ബോധം. അപ്പൊ പര അപര, അപരം എന്ന് പറഞ്ഞാല് പരത്തിന് വിപരീതമായിട്ടിരിക്കുന്നത്.
അപ്പൊ സ്വീയം പരശബ്ദം ഉത്കൃഷ്ടമായതിനെയും അപരശബ്ദം നികൃഷ്ടമായതിനെയുമാണ് കുറിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ പരാശബ്ദം എന്ന് പറയുന്നത് വൈരിയെയും അപരശബ്ദം മിത്രത്തെയും കുറിക്കുന്നുവെന്നും പരാശബ്ദം അകലെയുള്ളതിനെയും അപരാശബ്ദം അടുത്തുള്ളതിനെയും കുറിക്കുന്നുവെന്നും മറ്റൊരു പക്ഷം. ഇങ്ങനെ പരാപര ശബ്ദങ്ങളുടെ അർത്ഥവ്യാപ്തി നോക്കിയാൽ തൻ്റെതും അന്യന്റേതും ഉത്കൃഷ്ടവും നികൃഷ്ടവും ശത്രുവും മിത്രവും അടുത്തുള്ളതും അകലെയുള്ളതും ദേവി തന്നെയാണെന്ന് വ്യാഖ്യാനം. അപ്പോ പരശബ്ദവും അപരശബ്ദവും ബ്രഹ്മവാചികളായതുകൊണ്ട് ബ്രഹ്മരൂപിണി എന്നർത്ഥം. അപ്പൊ പരശബ്ദം ശക്തിയെയും അപരശബ്ദം ശിവനെയും കുറിക്കുന്നുവെന്നും അങ്ങനെ ശിവശക്തി സ്വരൂപത്തെ പരാപര എന്നുള്ള നാമം കുറിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ പരാവിദ്യ അപരാവിദ്യ എന്ന് രണ്ട് തരത്തിലുള്ള വിദ്യകള്, അത് രണ്ടും ആത്മസ്വരൂപമായിട്ടിരിക്കുന്നവളെന്നും പറയാം. ഇപ്പൊ പ്രണവം, വാക്ക്, ഹോമം ഇവയ്ക്കെല്ലാം പര എന്നും അപര എന്നും വ്യത്യാസം ആചാര്യന്മാര് കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രൂപത്തിലും ഇവയിലെല്ലാം സ്ഥിതി ചെയ്യുന്നവളാണ് എന്ന് ആ ഒരു പക്ഷഭേദം അനുസരിച്ച് വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഓരോന്നിലും പര അപര എന്നിവയെ സൗഭാഗ്യ ഭാസ്കരൻ വേർതിരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനം, പൂജ എന്നിവയെ പരം, അപരം, പരാപരം എന്ന് മൂന്നായിട്ട് വിവരിച്ച് കാണുന്നുണ്ട്. ഈ മൂന്ന് രൂപത്തിലും സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. ഇപ്പൊ മന്ത്രപാരായണത്തിൽപ്പെട്ട ഒരു തന്ത്രത്തിന്റെ പേര് പരാപര എന്നാണ്. അപ്പൊ മന്ത്രം രൂപമായിരിക്കുന്നവൾ ദേവിയെ പര, അപര, പരാപര എന്നുള്ള മൂന്ന് രൂപങ്ങളുള്ളതായിട്ട് ആചാര്യന്മാർ പറയണു. ഈ മൂന്ന് രൂപത്തിലും സ്ഥിതി ചെയ്യുന്നവള് ദേവി തന്നെയാണ്. അപ്പോ ആ ഒരു തത്ര സൃഷ്ടി പരാപ്രോക്ത ശ്വേതവർണ്ണ രൂപിണി യാ വൈഷ്ണവി വിശാലാക്ഷി രക്തവർണ്ണ രൂപിണി അപരാസ സമാഖ്യാത രൗദ്രി ചൈവ പരാപര. ഈ മൂന്നും ദേവി തന്നെയാണ്. അടുത്ത നാമങ്ങള് സത്യജ്ഞാനാനന്ദ രൂപ, സാമരസ്യ പരായണ, കബർദിനി, കലാമാല, കാമദുഃഖ്, കാമരൂപിണി. അപ്പൊ സത്യജ്ഞാനാനന്ദ രൂപ, സത്യം, ജ്ഞാനം, ആനന്ദം എന്നിവ രൂപം പൂണ്ടവളായിട്ടിരിക്കുന്നവൾ. പരബ്രഹ്മത്തിന്റെ മൂന്ന് ലക്ഷണമാണിത്. സാമരസ്യ പരായണ, സാമരസ്യം സാമഗാനത്തിന്റെ രസത്തിൽ മുഴുകുന്നവൾ. കബർദിനി, ജഡ ധരിച്ചവളായിട്ട് ദർശനം നൽകുന്നവൾ, സ്തുതിക്കപ്പെടുന്നവൾ. കബർദം എന്ന് പറഞ്ഞാൽ ജഡ, സ്തുതി എന്നും അർത്ഥമുണ്ട്. കലാമാല, എല്ലാ കലകളും മാലയാക്കുന്നവൾ. കാമദുഃഖ്, ആശ്രയിക്കുന്നവർക്ക് ആഗ്രഹങ്ങളെ കറന്നു നൽകുന്നവൾ. ദുഃഖം എന്ന് പറഞ്ഞാൽ കറക്കുക. കാമരൂപിണി, ആഗ്രഹിക്കത്തക്ക രൂപ സൗന്ദര്യങ്ങൾ ഉള്ളവളായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. കാമരൂപിണി. അപ്പൊ സത്യജ്ഞാനാനന്ദ രൂപ, സത്യമായിട്ടും ജ്ഞാനമായിട്ടും ആനന്ദമായിട്ടുമുള്ള സ്വരൂപത്തോടു കൂടിയവളാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയാൻ കാരണം. ഇപ്പൊ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നും പറയാറുണ്ട്. അപ്പോ സതി, അജ്ഞ, അനാനന്ദ ഇല്ലേ, അങ്ങനെ പിരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം. സതി അല്ലെ, സദ്വിദ്യയിൽ നിന്ന് ആ ഒരു അജ്ഞരായവർക്ക് ആ ഒരു അനാനന്ദത്തെ, അതായത് ദുഃഖത്തെ കൊടുക്കുന്നവൾ എന്നും നമുക്ക് എടുക്കാം അർത്ഥം. അപ്പോ എന്താ പറയാ, സത്യജ്ഞാന ആനന്ദ സ്വരൂപിണിയാണ് ദേവി. സാമരസ്യ പരായണ, ഇപ്പൊ സമരസഭാവം, സാമരസ്യം അതിന് പരമമായിരിക്കുന്ന ആ ഒരു അയനമായവൾ. ഇപ്പൊ ന്യൂനവും അധികവും അല്ലാത്ത സ്ഥിതിയാണ് സാമരസ്യം. ഇപ്പൊ ശിവശക്തി സാമരസ്യാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശിവശക്തി സാമരസ്യം പരമമായിരിക്കുന്ന ശ്രേഷ്ഠമായ അയനത്തില് സ്ഥാനമായിട്ടുള്ളവൾ. ഇപ്പൊ ശിവനെയും ശക്തിയെയും നമ്മള് രണ്ട് രൂപങ്ങളായിട്ട് പിരിഞ്ഞുവെങ്കിലും ആ ഒരു എന്താ പറയാ ന്യൂനത ഇല്ലാതെ, അതായത് ന്യൂനതിരിക്തമായ ഭേദമില്ലാതെ ഉത്കൃഷ്ടവും സർവശ്രേഷ്ഠവുമായിരിക്കുന്ന സ്ഥിതിയില് ലോക സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളില് വ്യവഹരിക്കുന്നവളായിട്ടാണ് പറയുന്നത്. അപ്പൊ ശിവശക്തി സാമരസ്യം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ആ ഒരു രണ്ടും തുല്യമായിട്ടിരിക്കുന്നത്, സുഖ ദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയ പരാജയങ്ങളെയും ഒരേ മനോഭാവത്തോടെ സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ സാമരസ്യം എന്ന് പറയുന്നത്. ഈ കഴിവുള്ളവനെ ആ ഒരു സ്ഥിതധി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. സ്ഥിതധി എന്ന് പറഞ്ഞ ബുദ്ധി, ഇപ്പം സ്ഥിരമായിരിക്കുന്ന ബുദ്ധിയോട് കൂടിയവൾ. അപ്പോ എന്താ ശരിക്കും പറഞ്ഞാല് ഉള്ളവരിൽ താല്പര്യമുള്ളവൾ. വീതരാഗ ഭയക്രോധ സ്ഥിത ക്രോധ സ്ഥിതം
മുനി ഉച്യതേ എന്ന് ഗീത പറയുന്നുണ്ടല്ലേ. ഇപ്പൊ നമുക്ക് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ മനസ്സ് വയ്ക്കുന്നവരെയാണ് ധീരർ എന്ന് പറയുന്നത്. അപ്പൊ അവരില് തൽപരയായിട്ടിരിക്കുന്നവൾ. അപ്പോ ലോകത്തില്, അതായത് സ്വർഗത്തിന് പാരായണമായവൾ എന്ന് വ്യാഖ്യാനം എടുക്കാം. അത് സ അമരസ്യ പരായണ അല്ലേ. ഇപ്പൊ അമരസഹിതമായിരിക്കുന്ന ലോകത്തിന്. ഇപ്പൊ സാമ വേദത്തിന്റെ രസ്യത്തില്, അതായത് ആ ഒരു ഗാനത്തില് പരായണയായിട്ട് തൽപരയായിട്ടിരിക്കുന്നവൾ. കബർദിനി, കബർദി എന്ന് പറഞ്ഞാൽ ശിവനാണ് അല്ലെ. കബർദിയുടെ പത്നി. കബർദം എന്ന് പറഞ്ഞാൽ ജഡാചൂടത്തെ ധരിച്ചവൾ എന്നർത്ഥം. അപ്പൊ കബർദം എന്ന പദത്തിന് കക്ക ചിപ്പി എന്നൊക്കെ അർത്ഥമുണ്ട്. കാട്ടാള സ്ത്രീയായിട്ട് ശിവനോടൊപ്പം ദേവി അവതരിച്ചപ്പോ കക്കയും ചിപ്പിയും കോർത്ത മാല അണിഞ്ഞത് കൊണ്ട് ദേവിക്ക് കബർദിനി എന്ന് പേരുണ്ടായി എന്നും പറയുന്നുണ്ട്. അപ്പൊ ചുവന്നിരിക്കുന്ന ജഡ. ഇപ്പൊ കബർദം ധരിച്ച ഭഗവാന്റെ പത്നിയായിട്ടിരിക്കുന്നവൾ. കലാമാല, കലകളെ മാലയാക്കി കോർത്തവള് അണിയുന്നവളാണ് ദേവി. കലാപരമ്പര അല്ലെ, കലാപരമ്പര രൂപമായിട്ടിരിക്കുന്നവൾ. കലകള് 64 ഉണ്ടെന്ന് ആചാര്യമതം. അവയെല്ലാം തന്നെ ദേവി രൂപമായതുകൊണ്ട് കലാമാല സ്വരൂപിണി. ആഹ്ലാദ കാരണമായിരിക്കുന്ന ഏതിനെയും കല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചിദാനന്ദ രൂപിണിയായിരിക്കുന്ന ദേവിയുടെ കണ്ടാഭരണങ്ങളാണ് ആകർഷകവും ആനന്ദദായകവുമായിരിക്കുന്നവയെല്ലാം തന്നെ. ഇപ്പൊ കാമദുഃഖാണ് ദേവി. ഇപ്പൊ കാമദുഃഖം എന്ന് പറഞ്ഞാൽ കാമങ്ങളെ തരുന്നവൾ. കാമങ്ങളാകുന്ന പാല് ഭക്തന്മാർക്ക് കൊടുക്കുന്ന കാമധേനു സ്വരൂപിണിയാണ് അമ്മ. അപ്പൊ കാമധേനുവിനെ പോലെ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്നവൾ. കാമരൂപിണി, കാമന്റെ പരമശിവന്റെ രൂപം ധരിച്ചവളാണ്. കാമദേവന്റെ രൂപം ധരിച്ചവളെന്നും പക്ഷമുണ്ട്. ഇഷ്ടമുള്ള ഏത് രൂപവും ധരിക്കാൻ കഴിവുള്ളവളാണ് ദേവി അല്ലെ. കലാനിധി. അടുത്ത നാമങ്ങള് കലാനിധി, കാവ്യകല, രസജ്ഞ, രസശേവതി, പുഷ്ട, പുരാതന, പൂജ്യ, പുഷ്കര, പുഷ്കരേക്ഷണ. കലാനിധി. ഇപ്പൊ പ്രാണങ്ങൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൻ. കല എന്ന് പറഞ്ഞാൽ പ്രാണൻ. ഇപ്പൊ കാവ്യകല, കാവ്യകലയ്ക്ക് ആധാരമായവൾ. രസജ്ഞ, പ്രപഞ്ചത്തിന്റെ സത്തിനെ അറിയുന്നവൾ. രസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്തായിട്ടിരിക്കുന്നത്. ജ്ഞ എന്ന് പറഞ്ഞാൽ അറിയുന്നവൾ. രസശേവധി, എല്ലാ പ്രാപഞ്ചിക രസങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നവൾ. ശേവധി എന്ന് പറഞ്ഞാൽ ഖജനാവ്. രസം ഏറ്റവും സത്തായ ഭാഗം. പുഷ്ട, സദാ പുഷ്ടയായിട്ട് നിലകൊള്ളുന്നവൾ. പോഷണം ആവശ്യമില്ലാത്തവൾ എന്നർത്ഥം. പുരാതന, സൃഷ്ടിക്ക് മുന്നേ ഉള്ളവൾ. പൂജ്യ, എല്ലാവർക്കും പൂജ്യയായിട്ടിരിക്കുന്നവൾ. ആ ഒരു പുഷ്കര, എല്ലാത്തിനും പോഷണം നൽകുന്നവൾ. പോഷണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും ആ ഒരു എന്താ പറയാ, നല്ല ആഹാരം കൊടുക്കുന്നവൾ. അപ്പം പോഷണം എന്ന് പറഞ്ഞാല് നന്നായിട്ട് വളരാനുള്ള എന്താണോ വേണ്ടത് അത് കൊടുക്കുന്നവൾ. പുഷ്കരേക്ഷണ, പുഷ്കര പ്ലസ് ഈക്ഷണ, താമര പോലെ നോക്കുന്നവൾ. അസംഖ്യം ഇതളുകളാകുന്ന കണ്ണുകൾ കൊണ്ട് സർവ്വ പ്രപഞ്ചത്തെയും നോക്കുന്നവൾ. പുഷ്കരം എന്ന് പറഞ്ഞാൽ താമര, ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ സഹസ്രാക്ഷി എന്നൊക്കെ കണ്ടുല്ലേ, എല്ലാം കാണുന്നവൾ, ആത്മസ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ കാമദുഃഖ്, കാമരൂപിണി. ഇപ്പൊ കാമന്റെ രൂപം ധരിച്ചവളാണെന്ന് നമ്മൾ കണ്ടു. കലാനിധിയാണ് ദേവി ഇല്ലേ. കലകൾക്ക് ഇരിപ്പിടമായവളാണ്. അപ്പോ സംഗീതം, സാഹിത്യം തുടങ്ങിയ കലകളെയാണ് ഇവിടെ കുറിക്കുന്നത് അല്ലെ. ഇപ്പൊ ചന്ദ്രന്റെ കലകൾക്ക് ഇരിപ്പിടമായവളെന്നെടുക്കാം. ചന്ദ്രമണ്ഡല വാസിനി എന്ന അർത്ഥമുണ്ട്. കലാശബ്ദത്തിന് ഒരു കാലയളവ് എന്നുള്ള അർത്ഥമുണ്ട്. കലാകാഷ്ടാദി രൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോ ഭരതൗ ശക്തി നാരായണി നമോസ്തുതേ. ദേവി മഹാത്മ്യ അന്തർഗതമായിരിക്കുന്ന നാരായണീ സ്തുതിയില് കാലം ദേവിയിൽ നിഷ്ഠമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കലയ്ക്ക് പ്രാണൻ എന്നും അർത്ഥമുണ്ട്. ഇതിനർത്ഥം സ്വീകരിച്ചാല് പ്രാണൻ ആധാരമായവൾ എന്ന് അർത്ഥം എടുക്കണം. ഇപ്പൊ ശരീരധാതുക്കൾക്ക് ആധാരമായ വസ്തുക്കളെ കല എന്ന് ആയുർവേദ ശാസ്ത്രം വ്യവഹരിക്കുന്നുണ്ട്. അപ്പോ മാംസധരകല, രക്തധാരിണീ കല, മേധോധരകല, ശ്ലേഷ്മധാരിണീ കല, മലധാരിണീ കല, പിത്തധാരാകല, രേതോധരകല എന്നീ കലകള് 7. ഇവയെ സപ്തകലകൾ എന്നാണ് പറയുന്നത്. ഇവ 7ഉം ദേവിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ശരീരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ കലാശബ്ദത്തിന് തേജസ് എന്ന അർത്ഥമുണ്ട്. ഈ പക്ഷത്തില് തേജോ രൂപിണി എന്നുള്ള നാമമാണ്. തേജസ്സിന് ഇരിപ്പിടമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ഭ്രൂണത്തെ കുറിക്കാനും കലാശബ്ദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഭ്രൂണ രൂപത്തില് ലോകത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ നീ വ്യാഖ്യാനം ഇല്ലെ. ഹിരണ്യ ഗർഭം, എല്ലാം
ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ ഗർഭരൂപത്തിൽ ദേവിയുടെ ഉള്ളിലാണ്, അല്ലെ? ബിന്ദു രൂപത്തിലാണ് ഇരിക്കുന്നത്. കാവ്യകല, കാവ്യങ്ങളില് കലാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. കാവ്യ ശബ്ദം കൊണ്ട് ലഘുകാവ്യങ്ങള്, മഹാകാവ്യങ്ങള്, നാടകാദി രൂപകങ്ങള്, ഭാഷാ ശരീരമുള്ള രസജനകങ്ങളായിരിക്കുന്ന എല്ലാ കൃതികളെയും കുറിക്കുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ കലയാകണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിലെ രസാനുഭൂതി ഉളവാക്കുന്ന ചൈതന്യ പ്രസരം ഇതിൽ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അപ്പൊ വെറും ശുഷ്കമായ ഭാഷാ രചനകളായിരിക്കുകയുള്ളൂ. രചനകൾക്ക് കാവ്യത്വം നൽകുന്ന, ചൈതന്യം കൊടുക്കുന്നത് ദേവി ആയതുകൊണ്ട് കാവ്യകല എന്ന് ദേവിക്ക് നാമം. ദേവി പ്രസാദം കൊണ്ടുണ്ടാകുന്ന കാവ്യ രചനാ സാമർഥ്യം എന്ന് പറയുന്നത് എന്താ? ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്, അല്ലെ? സൗന്ദര്യ ലഹരിയിൽ പറയുന്നു, തവ സ്തന്യം മന്യേ എന്നുള്ള ആ ഒരു എന്താ പറയാ ശ്ലോകത്തില് 75-ാമത്തെ, അല്ലയോ പർവ്വതപുത്രി, നിൻ തിരുവടിയുടെ സ്തന്യം അമൃത സമുദ്രമാണോ അതോ സരസ വാക്കുകളെ നിർമ്മിക്കുന്ന സാരസ്വത വിദ്യയാണോ എന്ന് തോന്നുമാറ് ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്നതായിട്ട് ഞാൻ ശങ്കിക്കുന്നു. കാരുണ്യവതിയായിട്ടുള്ള നിൻ തിരുവടിയാൽ ദാനം ചെയ്യപ്പെട്ട മുലപ്പാല് കുടിച്ചിട്ട് ദ്രവിഡ ശിശു ഏറ്റവും മനോഹരമായിരിക്കുന്ന കവിതകള് രചിക്കാൻ പ്രാപ്തനായി ഭവിച്ചല്ലോ. കാളിദാസ കവിയുടെ കവിത്വം കാളി പ്രസാദം കൊണ്ടുണ്ടായതാണെന്ന ഐതിഹ്യം പ്രസിദ്ധമാണല്ലേ? അപ്പൊ ദേവി കടാക്ഷം എന്ന് പറഞ്ഞാല് ഇല്ലാതെ കവികൾക്ക് നല്ല കവിത എഴുതാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോ കവിയിലൂടെ പ്രത്യക്ഷമാകുന്നത് ദേവി ചൈതന്യമാണ്. കാവ്യത്തിലെ കലാംശമെന്നും നാമം സൂചിപ്പിക്കുന്നുണ്ട്. കാവ്യ നിർമ്മാണ പ്രതിഭാരൂപിണിയാണ് ദേവി. അപ്പൊ കാവ്യൻ ശുക്രാചാര്യരുടെ കല സഞ്ജീവനി മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഒരു സാമർഥ്യം, മൃതസഞ്ജീവനി സ്വരൂപിണി. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മന്ത്രമാണ്. ആ മന്ത്ര സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ എന്നും നമുക്കെടുക്കാം. രസജ്ഞ, രസത്തെ അറിയുന്നവളാണ് ദേവി. മുൻ നാമവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചാല് കലകളിലെ രസത്തെ കുറിച്ചൊന്ന് കരുതണം. ഇപ്പൊ ശൃംഗാരാദി നവരസങ്ങള് കലകളുടെ രസനീയതയ്ക്ക് കാരണമാണ്. ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീമത്സം, അദ്ഭുതം, ശാന്തം എന്നീ നവരസങ്ങൾക്ക് രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം, ശമം എന്നീ സ്ഥായി ഭാവങ്ങള്, രസാസ്വാദനം ഇവയെല്ലാം തന്നെ ആ ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. രസ ആസ്വാദനത്തിന്റെ ആ ക്ഷമതയാണ് ഒരാളെ സഹൃദയനാക്കുന്നത്, അല്ലെ? ഇപ്പൊ രസജ്ഞ എന്നുള്ള നാമം കൊണ്ട് രസജ്ഞത തന്റെ ഭക്തന്മാർക്ക് നൽകുന്നവൾ എന്ന് ധരിക്കണം. രസം എന്നതിന് മധുരം, കടു, അമ്ളം തുടങ്ങിയ നാവുകൊണ്ട് രുചിച്ചറിയേണ്ട ഗുണവിശേഷങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഭോജ്യ വസ്തുക്കളുടെ രസം അറിയുന്നവൾ എന്നും നമുക്കെടുക്കാം. ആ ഒരു രസനാ സ്വരൂപിണി. രസത്തിന് ബ്രഹ്മമെന്നും ബ്രഹ്മാനന്ദമെന്നും അർത്ഥമുണ്ട്. അടുത്ത നാമത്തിന്റെ വ്യാഖ്യാനം ഇവിടെ രസശേവധി എന്നാണ് അടുത്ത നാമം. ഇപ്പൊ രസത്തിന് ഇരിപ്പിടമായവൾ. ശേവധി എന്നാൽ എന്താ? നിധി എന്നർത്ഥം. അപ്പൊ മുൻ നാമങ്ങളിൽ സൂചിപ്പിച്ച കാവ്യകലകളിലെ രസങ്ങളും ഭോജ്യവസ്തുക്കളിലെ രസങ്ങളും ദേവി ചൈതന്യം തന്നെയാണ്. അപ്പൊ എല്ലാ രസങ്ങളുടെയും പ്രഭവം എന്ന് പറയുന്നത് ദേവിയാണ് എന്ന സാമാന്യ അർത്ഥം. രസത്തിന് ബ്രഹ്മാനന്ദം എന്നുള്ള അർത്ഥമുണ്ട്. രസോവൈസ രസം ഹേ ദ്വായം ലബ്ധി ആനന്ദ ഭവതി എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയണു, ഏറ്റവും ഉയർന്ന ബ്രഹ്മാനന്ദ രസം കൊടുക്കുന്നവളാണ് ദേവി. ഇപ്പൊ പുഷ്ട, പോഷിപ്പിക്കുന്നവൾ, അല്ലെ? പോഷിക്കപ്പെട്ടവൾ. അപ്പൊ അനേകം മുനികളാലും ബ്രഹ്മജ്ഞരായിരിക്കുന്ന ഉപാസകരാലും ആരാധന കൊണ്ട് പോഷിക്കപ്പെട്ടവളാണ് ദേവി. അപ്പോ എന്താ പറയാ? ആ ഒരു ബ്രഹ്മാണെ പോഷിതം ബ്രഹ്മ എന്ന് ശ്രുതി 36 തത്വങ്ങൾ കൊണ്ട് പോഷിതമായിരിക്കുന്ന വിഗ്രഹം, ശരീരമുള്ളവൾ എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ പുഷ്ട ശബ്ദം വിഷ്ണുവിനെ കുറിക്കുന്നുണ്ട്. ആ പക്ഷത്തിൽ വിഷ്ണു രൂപിണിയായിരിക്കുന്ന ആ ഒരു മഹാലക്ഷ്മി എന്നും നമുക്ക് അർത്ഥം എടുക്കാം. പുരാതന, പൂജ്യ, പുഷ്കര. പുരാതന എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പഴക്കം കൂടിയവളാണ്. സർവ പ്രപഞ്ചങ്ങളും ദേവിയില് നിന്നുണ്ടായത് കൊണ്ട് ദേവി എല്ലാത്തിനും മുമ്പുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ മറ്റെല്ലാത്തിനേക്കാളും പുരാതനമാണ്. പൂജിക്കപ്പെടാൻ യോഗ്യത ഉള്ളവളാണ്, അല്ലെ? എല്ലാത്തിനും കാരണഭൂതിയായതുകൊണ്ടും എല്ലാ ശക്തികളുടെയും പ്രഭവ സ്ഥാനമായതുകൊണ്ടും അവ്യാജ കരുണാമൂർത്തി ആയതുകൊണ്ടും ദേവി ആരാധ്യയാണ്. ഇപ്പൊ പൂജ്യ ശബ്ദം ഗുരു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ ഗുരുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ഈ പക്ഷത്തിൽ അർത്ഥമുണ്ട്. അപ്പൊ ദേവഗുരുവായ ബൃഹസ്പതിയെയും ഈ പദം കുറിക്കണു. ബൃഹസ്പതി രൂപത്തില്, ദേവഗുരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. പുഷ്കര,
പോഷണം നൽകുന്നവൾ അല്ലെ. പുഷ്കം പോഷണം എന്ന് ഒക്കെ പറഞ്ഞാൽ എന്താ? സൗഭാഗ്യ ഭാസ്കരത്തില് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പുഷ്കരം എന്ന് മാറിയത് ശരിക്കും പുഷ്കല എന്നുള്ള ശബ്ദത്തിന് പ്രധാനമായ, പൂർണ്ണമായ, മനോഹരമായ, ശോഭനമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ പുഷ്കര എന്നുള്ളത് സ്ത്രീലിംഗമായിട്ട് വരുമ്പോ പ്രധാനഭൂത ആയിട്ടുള്ള ഉള്ളവൾ, പൂർണ്ണയായിട്ടുള്ളവൾ, മനോഹരിയായിരിക്കുന്നവൾ, ശോഭനയായിരിക്കുന്നവൾ എന്നൊക്കെ വ്യാഖ്യാനം. പുഷ്കര ശബ്ദത്തിന് താമര, വെള്ളം, ആകാശം, ഒരു പ്രളയമേഘം, സപ്തദ്വീപികളിലൊന്ന്, നൃത്തകല എന്നിങ്ങനെ നാനാർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെല്ലാം ദേവീപരമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പുഷ്കരം എന്ന പേരില് പ്രസിദ്ധമായ ഒരു പുണ്യ തീർത്ഥവുമുണ്ട്. ഈ തീർത്ഥരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പുഷ്കരേക്ഷണ. ഇപ്പൊ താമര ഇതള് പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുള്ളവൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരി അല്ലെ, സുന്ദരി. ഇപ്പൊ പുഷ്കര ശബ്ദം ഭൂമിയെ കുറിക്കുന്നുണ്ട്. ക്ഷണശബ്ദത്തിന് ആ ഒരു ഉത്സവമെന്നും നിർവ്യാപാര സ്ഥിതി എന്നും അർത്ഥമുണ്ട്. പുഷ്കരേക്ഷണ എന്നുള്ള പദം പിരിച്ച് ഭൂമി തുടങ്ങിയവിൽ ഉത്സവ രൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോ ഭൂമിയില് ആ ഒരു നിർവ്യാപാരയായിട്ട് അത് സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം. ഇപ്പൊ പുഷ്കര ശബ്ദം കൊണ്ട് പുഷ്കരത്തിന്റെ വടവൃക്ഷത്തിന്റെ ഇലയിലെ പ്രളയകാലത്ത് ശയിക്കുന്ന വിഷ്ണുവിനെ ലക്ഷണയായിട്ട് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സകല പ്രപഞ്ചങ്ങളും ഉള്ളിൽ ഒതുക്കി ശിശുരൂപിയായിട്ട് ശയിക്കുന്ന വിഷ്ണുവിനെ ആ ഒരു കൃപാർദ്രമായിരിക്കുന്ന ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് കൊണ്ട് ദേവിയെ പുഷ്കരേക്ഷനായിട്ട് വിവരിക്കുന്നുമുണ്ട്. അപ്പൊ പുഷ്കര ശബ്ദത്തിന് ആകാശം എന്നും അർത്ഥമുണ്ട്. ആകാശം ഈക്ഷണമായിട്ടുള്ളവൾ. പരം ജ്യോതി, പരമമായിരിക്കുന്ന ജ്യോതിസ്. പരം എന്ന വിശേഷണം കൊണ്ട് സർവശ്രേഷ്ഠമായിരിക്കുന്ന ജ്യോതിസ് എന്നാണ് അർത്ഥം. അപ്പൊ പരബ്രഹ്മം എന്ന് ഗ്രഹിക്കണം. അപ്പൊ സൂര്യനും അഗ്നിയും ചന്ദ്ര താരാദികളും ഏതൊരു ജ്യോതിസിനെയാണോ മുമ്പില് പ്രകാശമില്ലാത്തവയാക്കുന്നുവോ ആ ജ്യോതിസിനെയാണ് നമ്മൾ പരം ജ്യോതിസ് എന്ന് പറയുന്നത്. അപ്പൊ സൂര്യ ചന്ദ്രാഗ്നികളുടെ തേജസ് ഏതൊരു ജ്യോതിസിനെ അല്പമാത്രമായിരിക്കുന്ന പ്രതിസ്ഫുരണം മാത്രമാണോ അത് സർവ്വജ്യോതിരാശ്രയമായിരിക്കുന്ന പരം ജ്യോതിസ് എന്നും പറയാം. അപ്പൊ നമ്മളെ ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം നമ വിദ്യുതോ ഭാതി കുതോയം അഗ്നിഹി ത്വമേവ ഭാന്തം അനുഭാന്തി സർവം തസ്യ ഭാസ സർവം ഇതം വിഭാതി എന്ന് കഠോപനിഷത്ത് പറയണു അല്ലെ. പരഞ്ജ്യോതി എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ആ ഒരു അഷ്ടാക്ഷര മന്ത്രം സ്വരൂപമായിട്ടിരിക്കുന്നവൾ. മന്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനത്തില് മന്ത്രസ്വരൂപം നമ്മൾ പ്രത്യേകമായിട്ട് ഗുരുമുഖത്ത് നിന്ന് അറിയേണ്ടതാണ്. അടുത്ത നാമം പരം ജ്യോതി, പരം ധാമ, പരമാണു, പരാത്പര, പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്ര വിഭേദിനി. ദേവിയുടെ വിഭൂതികൾ എത്ര രീതികളിലാണ് പോകണമെന്ന് നോക്കൂ. ഇപ്പൊ പരം ജ്യോതി, പരമമായിരിക്കുന്ന ജ്യോതിസോട് കൂടിയവളാണ് അമ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പ്രകാശങ്ങളും അമ്മയുടെ പ്രകാശത്തിന്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ് എന്ന് പറയണു. പരം ധാമ, പരമമായിരിക്കുന്ന ധാമമായവൾ. ധാമം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരേണ്ട സ്ഥലം. പരമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതം, അവസാനത്തേത് അല്ലെ. ആത്മാക്കളുടെ പരമധാമം, പരമാണു എന്ന് പറഞ്ഞാല് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന പരമാണുവിലും വ്യാപിച്ചു നിൽക്കുന്നവൾ. പരാത്പര, പരാത് പ്ലസ് പര. അപ്പൊ പരത്തേക്കാൾ പരയായിരിക്കുന്നത്. പര എന്ന് പറഞ്ഞാൽ അപ്പുറത്ത്, അതിനും അതീതമായിട്ട് നിലകൊള്ളുന്നവൾ. പരാത് എന്ന് പറഞ്ഞാല് പരത്തേക്കാൾ, അതായത് പരന്മാരെക്കാൾ നടക്കാം. പാശഹസ്ത, പാശം കയ്യിൽ പിടിച്ചവൾ അല്ലെ. ലളിതാ ത്രിപുര സുന്ദരിയെ കാണുമ്പോ എന്താ പാശ അങ്കുശങ്ങളോട് കൂടിയാണ് അമ്മയെ കാണുന്നത് അല്ലെ. എന്താണ് പാശം കയ്യിൽ വെച്ചിരിക്കുന്നത്? കാലം, ദേശം, സംഘാതം എന്നീ 3 പാശങ്ങളാല് ആത്മാവിനെ ബന്ധിക്കുന്നവളാണ് ദേവി. അപ്പൊ പാശഹന്ത്രി, അപ്പൊ ദേവി തന്നെ എന്ത് ചെയ്യുന്നു? പാശങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നു അല്ലെ. പാശം എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങള്, ഹന്ത്രി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൾ. അപ്പൊ പരമന്ത്ര വിഭേദിനി, പരമന്ത്ര വിഭേദിനി, അന്യമന്ത്രങ്ങളെ ഭേദിക്കുന്നവൾ. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണോർജത്തെ ശക്തിപ്പെടുത്തുന്നതാണ് അല്ലെ. പക്ഷെ ചില മന്ത്രങ്ങള് പ്രാണന്റെ പ്രവാഹത്തിലെ വ്യതിയാനങ്ങൾ വരുത്തുന്നതാണ്. അപ്പൊ ഇവയെ നമ്മൾ അന്യമന്ത്രങ്ങൾ എന്ന് പറയും. ഇപ്പൊ മാരണം, സ്തംഭനം തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന മന്ത്രങ്ങളാണത്. അപ്പൊ ദേവിയുടെ കാരുണ്യം ഈ അന്യമന്ത്രങ്ങളുടെ ശക്തിയെ, അതായത് സമാവസ്ഥയ്ക്ക് എതിരായിരിക്കുന്ന മന്ത്രങ്ങളുടെ ബലത്തെ തകർക്കുന്നു, ഭക്തനെ സുരക്ഷിതനാക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ദേവി മന്ത്രങ്ങളൊക്കെ വളരെ വളരെ ശക്തിയുള്ള മന്ത്രമാണെന്ന് പറയാറുള്ളത് നമ്മള്. അപ്പോ പരംധാമ,
അപ്പൊ നമ്മൾ ദേവി എന്താണ്? ആ ഒരു പരമമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന ധാമം, ഇരിപ്പിടമായിട്ടുള്ളവൾ. ധാമ ശബ്ദത്തിന് തേജസ്, ശോഭ, രശ്മി എന്നൊക്കെ അർത്ഥം കണ്ടു. പരമമായിരിക്കുന്ന തേജസ്, പരമമായ ശോഭ, അല്ലെ? നദത് ഭാസതേ സൂര്യോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സൂര്യൻ പ്രകാശിക്കാത്ത സ്ഥലം, അല്ലെ? ന ശശാങ്കോ ന പാവക, സൂര്യനോ അഗ്നിയോ ഒന്നുമില്ല, അല്ലെ? അപ്പോ യത് ഗത്വാന നിവർത്തന്തേ തദ് ധാമ പരമം മമ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണു, ഇതെല്ലാം കഴിഞ്ഞ്, ഇതൊന്നും സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നും ഇല്ലാത്ത എല്ലാം എന്റെ ധാമം എന്ന് പറയുന്നത് യത് ഗത്വ നിവർത്തന്തേ തദ്ധാമ പരമം മമ, എന്റെ പരമമായിരിക്കുന്ന ധാമം അതിനൊക്കെ അപ്പുറത്താണ്. അപ്പൊ സൂര്യ ചന്ദ്രാദികളായിരിക്കുന്ന ഭൗതിക തേജസ്സുകൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത തേജോരൂപമായിരിക്കുന്ന പദമായിട്ട് തന്നെ ഭഗവാൻ വിവരിക്കുകയാണ്. ആ പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാല് സംസാരത്തിലേക്കുള്ള പുനരാഗമനം ഉണ്ടാകുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ മുൻ നാമത്തിന്റെ വ്യാഖ്യാനത്തില് കഠോപനിഷത്തിൽ നിന്ന് ഉദ്ധരിച്ച വരികളാണ് നമ്മൾ കണ്ടത്, ഇല്ലേ? തേജോരൂപമായിരിക്കുന്ന ആ ഒരു പരമപദത്തിന്റെ പ്രകാശ ലേശമാണ് സൂര്യചന്ദ്രാദികളുടെ പ്രകാശം എന്നർത്ഥം. ഇതേ മന്ത്രം തന്നെ മുണ്ടക ഉപനിഷത്തിലും ശ്വേതാശ്വര ഉപനിഷത്തിലും ഉണ്ട്. ഇപ്പൊ ധാമ എന്നുള്ള ശബ്ദത്തിന് പദം എന്നർത്ഥമുണ്ട്. പരം ധാമ, ഈ പക്ഷത്തിലെ പരമമായിരിക്കുന്ന പദം. അപ്പോ ഏതൊന്ന് അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്നു, അതിനെ പരമമായിരിക്കുന്ന പ്രാപ്യസ്ഥാനമെന്ന് പറയണു. ഏതൊന്നിനെ പ്രാപിച്ചിട്ടാണോ വീണ്ടും സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ലയോ, അതാണ് പരമമായിരിക്കുന്ന പദം. അപ്പൊ ഭഗവത്ഗീതയിലും ആശയം ഇത് തന്നെയാണ്. അപ്പൊ പരമമായിരിക്കുന്ന പദത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അല്ലേ? അപ്പൊ എന്താണ്? ശരിക്കും പറഞ്ഞാല് മായ മാറിക്കഴിഞ്ഞാലേ ദേവിയുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പം പരമാണു, അണുവിലും അണുവായവൾ പരമാണു, അല്ലെ? പരമാണു സ്വരൂപിണി, അണിയോരണിയാൻ എന്ന ശ്രുതി. ഈ പദം വ്യാഖ്യാനിച്ച സൗഭാഗ്യ ഭാസ്കരത്തിന്റെ കർത്താവ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ദേവിയെ അറിയാൻ ബുദ്ധിമുട്ടാണ്. ദുർജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അണുവിലും അണുവായിട്ട് ആ ഒരു പരമാണു രൂപമായിട്ട് ലോക സംഹാരക ശക്തിയും തേജസ്സും അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആചാര്യൻ വ്യാഖ്യാനിക്കുന്ന കാലത്ത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമിച്ചെങ്കിലും ഇന്ന് അണുശക്തി ആ ഒരു വൈദ്യുതിയായിട്ടും സംഹാരകമായിരിക്കുന്ന സ്ഫോടന ശക്തികളായിട്ടും ബോംബായിട്ടും എല്ലാം നമുക്ക് പരിചിതമാണല്ലേ? അപ്പൊ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. അണു എന്ന പേരുള്ള ഉത്കൃഷ്ടമായിരിക്കുന്ന സ്വരൂപം ധരിച്ചവളാണ് ദേവി. ഇത് മന്ത്രപരമായിരിക്കുന്ന അർത്ഥം. പരാത്പര, അപ്പൊ പരന്മാരിൽ നിന്ന്, അതായത് ബ്രഹ്മ വിഷ്ണു രുദ്രാദികളിൽ നിന്ന് പരയായിട്ടിരിക്കുന്നവൾ, ശ്രേഷ്ഠയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മാവിന്റെ ആയുസിന്റെ അളവിനെ പരമെന്ന് പറയുന്നുണ്ട്, അതിന് പരയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസിന് അളവുണ്ടില്ലേ? അത്തരത്തില് പരിച്ഛേദിക്കാനാകാത്തവളാണ് ദേവി. പരംധാമ, പരമാണു എന്നീ നാമങ്ങൾ കൊണ്ട് വലുതിലും വലുതായതും ചെറുതിലും ചെറുതായതും ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുക. അപ്പൊ എല്ലാത്തിലും പരത്തിലും ആ ഒരു പരയായിട്ടിരിക്കുന്നവൾ. പാശഹസ്ത, പാശം എന്ന ആയുധം കയ്യിലുള്ളവളാണ് ദേവി. ആ ഒരു രാഗസ്വരൂപ പാശാഠ്യ എന്ന 8ാം നാമത്തിൽ നമ്മൾ കണ്ടു, ഇല്ലേ? പാശാൻ ഹസ്തേതേ നിരസ്യതി വാ എന്ന സൗഭാഗ്യ ഭാസ്കരം. ആ പാശത്തെ കൈകൊണ്ട് നിരസിക്കുന്നവൾ എന്ന വ്യാഖ്യാനമുണ്ട്. അപ്പോ രാഗസ്വരൂപമായ പാശത്തെ, അപ്പൊ പാശഹന്ത്രി രണ്ടും ചേർത്ത് വായിക്കണം. പാശത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി. പാശ ശബ്ദം കൊണ്ട് ബന്ധനത്തെയും ആശ, അവിദ്യ തുടങ്ങിയവയെ കെട്ടുപാടിനെ കുറിച്ചും പറയുന്നുണ്ട്. രണ്ടിനെയും നശിപ്പിക്കുന്നവൾ. ഹരിവംശത്തില് ബാണന്റെ പാശത്താൽ ബന്ധിതനായ അനിരുദ്ധൻ, ഇല്ലേ? ആ ദേവിയെ പ്രസാദിപ്പിച്ച്, എന്താ പറയുക, ആര്യാസ്തവം കൊണ്ട് ദേവിയെ പ്രസാദിപ്പിച്ചതായിട്ടും ദേവി പ്രസാദത്താൽ ബന്ധന വിമുക്തനായിട്ട് ആയതും പറയുന്നുണ്ട്. അപ്പോ എന്താ പറയുക, ആശാപാശങ്ങളെ നശിപ്പിച്ച് ജീവനെ മോക്ഷത്തിൽ എത്തിക്കുന്നവൾ. അപ്പോ എന്താ പറയാ, പരമന്ത്ര വിഭേദിനി, പരന്മാരുടെ ശത്രുക്കളുടെ മന്ത്രത്തെ എന്താ പറയാ, അസ്ത്രമന്ത്രങ്ങള്, ആഭിചാര്യ ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അതാണ് പരമന്ത്രം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള മന്ത്രങ്ങള് ആ ഒരു ഭേദിക്കുന്നവൾ, അതായത് നശിപ്പിക്കുന്നവളാണ് ദേവി. അപ്പൊ പരമന്ത്രത്തെ, അതായത് സർവശ്രേഷ്ഠമായിരിക്കുന്ന പഞ്ചദശി മന്ത്രത്തെ
ഉപാസകർക്ക് വേണ്ടി പലതായിട്ട് വിഭജിച്ചവൾ. മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, നന്ദികേശ്വരൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ തുടങ്ങി 12 പേര് പഞ്ചദശാക്ഷരി മന്ത്രത്തെയും അതിന്റെ പ്രയോഗ രീതികളെയും 12 വിധത്തില് വിഭജിച്ചുവെന്നും അവർക്കായിട്ട് പരമന്ത്രത്തെ വിഭേദിച്ചവളാണ് ദേവി, ഇല്ലെങ്കിൽ വിഭജിച്ചവളാണ് ദേവി. അപ്പൊ പരമന്ത്രം എന്ന് പറഞ്ഞാല് വേറെ ഒരു തലത്തില് പഞ്ചദശാക്ഷരി മന്ത്രമാണ്. അപ്പൊ പരമന്ത്രം കൊണ്ട് ഉപാസകരുടെ അവിയെ, പാപത്തെ ഭേദിക്കുന്നവൾ. അപ്പൊ പഞ്ചദശാക്ഷരി ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ പാപങ്ങള് ദേവിയുടെ പ്രസാദം കൊണ്ട് ഉറപ്പായിട്ടും നശിക്കുന്നു പറയുന്നു. അപ്പോ അങ്ങനെ ആ ഒരു പഞ്ചദശി മന്ത്രത്തിന്റെ സ്വരൂപത്തോട് കൂടിയവൾ. മൂർത്ത, അമൂർത്ത, അനിത്യതൃപ്ത, മുനിമാനസ ഹംസിക, സത്യവ്രത, സത്യരൂപ, സർവാന്തര്യാമിനി സതി. മൂർത്ത എന്ന് പറഞ്ഞാൽ മൂർത്തിയുള്ളവളായിട്ട് ദർശനം നൽകുന്നവൾ. മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം. അമൂർത്ത, മൂർത്തം ഇല്ലാത്തവൾ, മൂർത്തി ഇല്ലാത്തവൾ, അതെ, ക്ലിപ്തമായ രൂപമില്ലാത്തവൾ. അനിത്യതൃപ്ത, അനിത്യതൃപ്ത എന്ന് പറഞ്ഞാൽ അനിത്യം എന്ന് പറഞ്ഞാൽ നിശ്ചയമല്ലാത്ത, ക്ലിപ്തമല്ലാത്ത ആ ഒരു തൃപ്തിയോട് കൂടിയവൾ. അമ്മ തൃപ്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? ഉറപ്പ് പറയാൻ സത്യമല്ല അല്ലെ? അപ്പോ മുനിമാനസ ഹംസിക, മുനിമാരുടെ മാനസ സരസുകളില് ഹംസമായിട്ട് നിലകൊള്ളുന്നവളാണ് ദേവി. സത്യവ്രത, സത്യം വ്രതമാക്കിയവൾ, പ്രകൃതി നിയമങ്ങളെ നിഷ്ഠയോടെ നിലനിർത്തുന്നവൾ. സത്യം എന്ന് പറഞ്ഞാല് പ്രകൃതി നിയമങ്ങള്, വ്രത നിഷ്ഠയുള്ളത്. സത്യരൂപ, പരമസത്യമായിട്ടിരിക്കുന്നവൾ. സർവാന്തര്യാമിനി, എല്ലാവരുടെയും അന്തർയാമിനിയായിട്ടിരിക്കുന്നവൾ, എല്ലാവരുടെയും ഉള്ളില് വസിക്കുന്നവൾ. സതി, സത്യമായിട്ടുള്ളവൾ അല്ലെ? ആ ഒരു എന്നും നിലനിൽക്കുന്നവൾ. 820ാമത്തെ നാമമാണ് സതി എന്നുള്ള നാമം അല്ലേ? അപ്പോ മൂർത്ത, അമൂർത്ത, രൂപമുള്ളവൾ, രൂപമില്ലാത്തവൾ അല്ലെ? രൂപമുള്ള വസ്തുക്കള് മൂർത്തങ്ങള്, ശില, വൃക്ഷം, ജലം, ശരീരം എന്നിവ പോലെ രൂപമില്ലാത്ത വായു, ആകാശം തുടങ്ങിയ അമൂർത്തങ്ങള്. അപ്പൊ മൂർത്തവും അമൂർത്തവും എല്ലാം തന്നെ ദേവിയാണെന്ന് 2 നാമങ്ങളിലും പറയുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കള് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഇവയുടെ സൂക്ഷ്മ അംശങ്ങള് സ്ഥൂലഭൂതങ്ങളായിട്ട് തീരുകയും അവ തമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പഞ്ചീകരണം എന്ന് പറയും. ആ പഞ്ചീകൃതമായിരിക്കുന്ന മഹാഭൂതങ്ങളെ മൂർത്തങ്ങളെന്നും അപഞ്ചീകൃതമായിരിക്കുന്ന ആ ഒരു സൂക്ഷ്മ അംശങ്ങളെ അമൂർത്തങ്ങളെന്നും പറയുന്നു. അപ്പോ പ്രപഞ്ചരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിനും ഈ 2 രൂപങ്ങളും ഉണ്ട്. അപ്പൊ ഈ വിഷ്ണു പുരാണത്തിലെ മഹാഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപത്തിലും സ്ഥൂല രൂപത്തിലും സ്ഥിതി ചെയ്യുന്ന ആദി കാരണമായിരിക്കുന്ന പരമചൈതന്യം ദേവി തന്നെയാണ് എന്ന് പറയാണ്. അനിത്യതൃപ്ത, അനിത്യങ്ങളായിരിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഉപചാരങ്ങളാൽ തൃപ്തിപ്പെടുന്നവളാണ് ദേവി. എന്നാല് എന്താന്ന് വെച്ചാല് ഈ പ്രപഞ്ചത്തില് പൂജ, യാഗം, ഹോമം തുടങ്ങിയ നടത്തുമ്പോൾ താരതമ്യേന നിസാരങ്ങളായിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഉപചാരമായിട്ട് കൊടുക്കുന്നത് അല്ലെ? നൈവേദ്യം, വസ്ത്രം തുടങ്ങിയ ആ ഒരു സർവ്വ ജഗത്തിനും കാരണമായ അനാദിയും അരൂപമായിരിക്കുന്ന സർവശക്തിയുള്ള അല്ലെ, സർവശക്തവുമായിരിക്കുന്ന പരമചൈതന്യത്തിന് നമ്മൾ അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. എങ്കിലും ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് അവ ദേവി സ്വീകരിക്കുകയും അവയിൽ തൃപ്തയാകുകയും ചെയ്യണു. അപ്പൊ അർപ്പിതമാകുന്ന വസ്തുക്കളുടെ അനിത്യത്വം അല്ല അർപ്പിക്കുന്ന ഭക്തന്റെ ആ ഒരു ഭക്തിയാണ് ദേവിയെ തൃപ്തയാക്കുന്നത്. പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി ഇല്ലേ? തദഹം ഭക്തി അശ്നാമി പ്രിയമാത്മാ പ്രിയതാത് മനഃ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഏതൊരുവനാണോ ഭക്തിയോടുകൂടി ഇലയോ പൂവോ കായോ ജലമോ തരുന്നു, അവന്റെ ഭക്തിപൂർവമായിരിക്കുന്ന കാഴ്ച ദ്രവ്യത്തെ ഞാൻ അനുഭവിക്കുന്നു. തദഹം, ഞാന്, അത് എനിക്ക് ഭക്തിയോടുകൂടി തരുന്നത് കൊണ്ടാണ് എനിക്കത് പ്രിയമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ മുനി മാനസ ഹംസിക, മുനികളുടെ മനസ്സാകുന്ന മാനസ സരസില് അരേണ്യമായിട്ടിരിക്കുന്നവൾ. മാനസം എന്ന പദത്തിന് ശരിക്കും പറഞ്ഞാല് മനസ്സ് അല്ലേ? ശ്ലേഷം. ഇപ്പൊ മാനസ സരസ് എന്ന് പറഞ്ഞാൽ എന്താ? മാനസ സരസ് കൈലാസ പ്രാന്തത്തിലുള്ള ഒരു പുണ്യ തീർത്ഥമാണ്. ഇപ്പൊ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നുണ്ടായതാണെന്ന് പുരാണങ്ങൾ പറയുന്നു മാനസ സരസ്. അവിടെ അരയന്നങ്ങൾ മാനസ സരസിൽ ജീവിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പൊ മാനസ സരസിലെ ഹംസങ്ങൾ എന്ന പോലെ മുനിമാരുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി.
ഇപ്പൊ സൗന്ദര്യ ലഹരിയില് ഭഗവത് പാദർ എന്താ പറയണത്? അല്ലയോ ഭഗവതി, വികസിതങ്ങളായിരിക്കുന്ന ജ്ഞാനരൂപമായിരിക്കുന്ന കമല കുസുമത്തിന്റെ പൂന്തേൻ ആസ്വദിക്കുന്നതിൽ രസിക്കുന്നതും മഹാത്മാക്കളുടെ മനസ്സാകുന്ന മാനസ സരസില് ആ ഒരു വിഹരിക്കുന്ന ശീലമുള്ളതും ഇന്ന വിധമെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്തതുമായിരിക്കുന്ന ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഏതൊരു ഹംസമിഥുനത്തിന്റെ സംഭാഷണം 18 വിദ്യകളായിട്ട് പരിണമിച്ചിരിക്കുന്നുവോ, ഏതൊരു ഹംസമിഥുനം ജലത്തിൽ നിന്ന് ക്ഷീരത്തെ എന്ന പോലെ ദോഷ സമ്മിശ്രമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അഖില ഗുണത്തെയും സ്വീകരിക്കുന്നുവോ, ആ ഹംസമിഥുനത്തെ. അപ്പൊ ശിവശക്തികളെയാണ് ഈ പറയണമെന്ന് നമുക്കറിയാം ഇല്ലേ? അപ്പോ ശിവശക്തികളെ മഹതാം മാനസചരമായിരിക്കുന്ന ഹംസമിഥുനങ്ങളായിട്ട് ശങ്കര ഭഗവത്പാദ സങ്കല്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ദേവീപരമായിട്ടുള്ള കൃതികളിലെല്ലാം ഹംസങ്ങളായിട്ട്, ഹംസമിഥുനങ്ങളായിട്ട് അല്ലെ ദേവിയെയും ഭഗവാനെയും സങ്കല്പിച്ചിട്ടുണ്ട്. മുനിമാരുടെ ബഹുമാനം കൊണ്ട് ആ ഒരു ഹംസികയായിട്ടിരിക്കുന്നവൾ മുനി മാനസ ഹംസിക. ഇപ്പൊ ഹംസകം എന്ന് പറഞ്ഞാൽ ആ ഒരു പാദകടകം എന്നർത്ഥമുണ്ട്. മുനിമാരെ കുറിച്ചുള്ള സന്തോഷം കൊണ്ട് പാദകടകം അണിഞ്ഞ് നൃത്തം ചെയ്യുന്നവൾ, ഭക്തരെ അത്ര കണ്ട് പ്രിയപ്പെടുന്നവൾ എന്ന് അർത്ഥമുണ്ട്. സത്യവ്രത, സത്യം വ്രതമായിട്ട് എടുത്തവൾ, സത്യം പറയുക, സത്യസന്ധമായിട്ട് പെരുമാറുക എന്നീ വ്രതങ്ങൾ കൊണ്ട് പ്രാപിക്കാവുന്നവൾ. അപ്പൊ സത്യങ്ങളായിരിക്കുന്ന വ്രതങ്ങളോട് കൂടിയവളാണ് ദേവി അല്ലെ. സത്യവ്രതം എന്നതിന് ശീഘ്ര ഫലപ്രദമായിരിക്കുന്ന വ്രതം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യം എന്ന പദം ബ്രഹ്മത്തെ കുറിക്കുന്നതാണ്. അപ്പൊ അത് പ്രിയമായിട്ടുള്ളവൾ അല്ലെ. അപ്പൊ സത്യവ്രതൻ എന്ന ഒരു ബ്രാഹ്മണൻ അക്ഷരശൂന്യനായിരുന്നിട്ടും ആ ഒരു സൂകര ഭയം നിമിത്തം ഐ എന്ന് വിളിച്ചുവെന്നും ആ ഉച്ചാരണം കൊണ്ട് സന്തുഷ്ടയായ ദേവി അയാൾക്ക് ആ കവിത്വം നൽകിയെന്നും ദേവി ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. അപ്പൊ സത്യവ്രതൻ ഭക്തി കൊണ്ട് പിൽക്കാലത്ത് ദേവിയിൽ നിന്ന് അഭിന്നനായിട്ട് തീർന്നു എന്ന് പറയുന്നു. അപ്പോ ദേവിക്ക് എന്താ പറയാ, സത്യ രൂപയായതുകൊണ്ട് സത്യം പറയുന്നവരോട് ദേവി പ്രത്യേക അനുഗ്രഹം സത്യം പറയുന്നവർക്ക് കൊടുക്കും. അപ്പൊ സത്യരൂപമാണ്, സത്യം തന്നെ രൂപമായവൾ, സത്യ സ്വരൂപിണി അല്ലെ. അമ്മ ദേവി സത്യസ്വരൂപിണി എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെ മാറ്റം വരാത്ത രൂപമുള്ളവൾ. സത്യത്തിന് സനാതന സത്യമെന്നും സത്യാഭാസമെന്നും 2 വിഭാഗങ്ങൾ കൽപ്പിക്കാം ഇല്ലേ. ഇപ്പൊ കാലം, ദേശം, സന്ദർഭം ഇവ കൊണ്ട് സത്യമെന്ന് തോന്നുന്നവയില് സത്യാംശം ഉണ്ടെങ്കിലും ആ സത്യം സനാതനമല്ല എന്ന് പറയുന്നു. രാവിലെ കണ്ട സൂര്യൻ ചുവപ്പാണ്, അത് സത്യമാണ്. പക്ഷേ സൂര്യൻ ചുവപ്പാണോ? ജലം ദ്രാവകമാണ്, ഖരവസ്തുവാണെന്നതും ബാധകമാണെന്നതും സത്യമാണ്. എന്നാൽ ഇങ്ങനെ അപ്പോ സത്യമെന്ന് തോന്നുന്നതെല്ലാം സനാതന സത്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അത് നമുക്ക് തോന്നലാണ്. ആ ഒരു ഖരരൂപത്തിലിരിക്കുന്ന ഐസ് ഒഴുകുമ്പോൾ വീണ്ടും ദ്രവരൂപത്തിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും മാറാതെ നിൽക്കുന്ന സത്യമാണ് സനാതന സത്യം എന്നത്. ആ സത്യമാണ് ഇവിടെ ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെയും അന്തർയാമിനി. അപ്പൊ അന്തർയാമി അല്ലെ, നമുക്ക് എല്ലാവർക്കും ഒരു അന്തർയാമി ഉണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരാളുണ്ട്. എല്ലാ ജീവികളുടെയും അന്ധകരണങ്ങളെ നിയന്ത്രിക്കുന്നവളാണ് ദേവി. ചൈതന്യ രൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സതി, സതി എന്ന് പറഞ്ഞാൽ പതിവ്രത, ശിവനോടൊപ്പം ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ശിവന്റെ അർത്ഥാംഗം സ്വന്തമാക്കി ശിവനെ അർദ്ധനാരീശ്വരനാക്കിയതില് ദേവിയുടെ പാതിവൃത്യ ശക്തി കൊണ്ടാണെന്ന് പുരാണങ്ങള്. സതി എന്ന ദേവിക്ക് പേരുമുണ്ട്. ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിട്ട് അവതരിച്ച ലോകമാതാവിന് അച്ഛൻ നൽകിയ പേരാണ് സതി. ഇപ്പൊ ശിവപത്നിയായതിനു ശേഷം ദക്ഷനും പരമശിവനുമായിട്ടുണ്ടായ സ്വരച്ചേർച്ച ഇല്ലായ്മയും ശിവനെ നിന്ദിക്കാൻ വേണ്ടി ദക്ഷ യാഗം നടത്തിയതും ക്ഷണിക്കാതെ വന്ന പിതാവിന്റെ യാഗം കാണാൻ എത്തിയ സതീദേവിയെ ആ ഒരു ദക്ഷൻ നിന്ദിച്ചതും ശിവകോപം കൊണ്ട് ദക്ഷയാഗം മുടങ്ങിയതും നമുക്ക് വളരെ പ്രസിദ്ധമാണ് അല്ലേ. അപ്പൊ സതി എന്ന് പറഞ്ഞാല് എന്താ പറയാ, പതിവ്രതയായിരിക്കുന്ന ശിവനോടൊപ്പം മാത്രം ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ സതി എന്നുള്ള നാമം കൊണ്ട് നമ്മൾ ഈ ഒരു സത്സംഗം ഇവിടെ നിർത്തുകയാണ്. 820 നാമത്തില് ദേവിയുടെ പാദത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഈ മഹത്തരമായിരിക്കുന്ന നാമങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും എന്താ പറയാ വിവരിക്കാനും ഒക്കെ സാധിക്കുന്നത്. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ വീണ്ടും ഈ ലളിതാ സഹസ്രനാമം 1000 നാമങ്ങളും പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം അമ്മയുടെ ചോദിച്ചുകൊണ്ട് എല്ലാം അമ്മയുടെ പാദത്തിൽ വെച്ചുകൊണ്ട് ഇതിവിടെ നിർത്തുകയാണ്. ഭക്തിയും ഭാഗ്യം യശജ്ഞാതിയും
വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.